Good morning everyone. എല്ലാവർക്കും എൻട്രിയുടെ ഒരു പുതിയ എഡിറ്റോറിയൽ ഡിസ്കഷനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജലി. ഗുഡ് മോർണിംഗ് ശ്രവ്യ. Hi Adarsh, good morning. Hi Nikhila, good morning everyone. Audibility issues ഉണ്ടോ? ലൈക്ക് നെറ്റ്വർക്കിൻ്റെ എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്കിവിടെ കറക്റ്റായിട്ട് കിട്ടുന്നില്ല, ദാറ്റ്സ് വൈ. ഓഡിബിൾ ആണെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ ഫൈൻ, യെസ്. So, ഇന്നത്തെ എഡിറ്റോറിയൽ ഡിസ്കഷൻ സംതിങ് റിലേറ്റഡ് ടു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദ ടോപ്പിക് ഇസ് AI ആൻഡ് ദ നാഷണൽ സെക്യൂരിറ്റി കാൽക്കുലസ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും, ഓക്കെ, താങ്ക് യു ബോത്ത് ഓഫ് യു, താങ്ക് യു ആദർശ്, ശ്രവ്യ ആൻഡ് നിഖില. ഓക്കെ, സോ നമുക്ക് സംടൈംസ് നമുക്കത് ഫീൽ ചെയ്യും ഇറ്റ്സ് റിലേറ്റഡ് ടു അസ് എന്ന്. പക്ഷേ ഇത് നമ്മളുമായിട്ട് ഡയറക്റ്റ്ലി ബന്ധപ്പെട്ടതല്ല എങ്കിലും എല്ലാ രാജ്യങ്ങളുടെയും നാഷണൽ സെക്യൂരിറ്റി കാൽക്കുലസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് റെലവെൻ്റ് ആണ് താനും. ഓക്കെ, ഇറ്റ്സ് മോസ്റ്റ്ലി റിലേറ്റഡ് ടു US, the United States and Chinese certain AI companies. Okay, so നമുക്ക് അതിനോട് ഡീപ്പ് ഡൈവ് ചെയ്യാം. ഈസി ടു റീഡ് ആർട്ടിക്കിൾ ആണോ എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കി എടുക്കുക. സിമ്പിൾ ആർട്ടിക്കിളാണ്, ചെറിയ ആർട്ടിക്കിളാണ്. പക്ഷെ സോറി നിഖില അല്ല കേട്ടോ, നിഖിലാണ്. ഐ എം സോ സോറി നിഖിൽ, സിൻസിയർ അപ്പോളജി. ഞാൻ പെട്ടെന്ന് ആ പേര് അങ്ങനെ വായിച്ചു പോയപ്പോഴേ നിഖില എന്നുള്ള പേരായിപ്പോയി കേട്ടോ, സോറി. നിഖിൽ 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 യെസ്, ഇനി മിസ്റ്റേക്ക് പറ്റില്ല. സോ നമ്മൾ AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം വായിക്കുമ്പം ഒബ്വിയസ്ലി അത് നമ്മളെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു. പക്ഷേ ഈ ആർട്ടിക്കിൾ അത്ര സിമ്പിളായിട്ടുള്ള എഴുതിയേക്കുന്നത്. ചിലപ്പോൾ ഒരു പക്ഷേ എനിക്കതിൻ്റെ നോളജ് ബേസ് കുറവായത് കാരണമായിരിക്കാം എന്ന് ഞാൻ കരുതുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവുമായിരിക്കും. താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഇതിനകത്ത് ഇതിൻ്റെ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് വിത്ത് ഇറ്റ്സ് മീനിങ്സ് ഇൻ ഇറ്റ്. അതൊരു PDF ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ മീനിങ്സ് കൂടെ ഉൾപ്പെടുത്തിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ എഡിറ്റോറിയൽ ഡിസ്കഷൻ കഴിയുമ്പം ഇത് വായിച്ചു നോക്കാവുന്നതാണ്. ഓക്കെ, യെസ്. സോ നമുക്ക് ആർട്ടിക്കിളിലേക്ക് പോവാം. ഇത് എഴുതിയത് ഭാരത് റെഡ്ഡി. അദ്ദേഹം ഒരു അസോസിയേറ്റ് ഫെല്ലോ ഇൻ തക്ഷശില ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ഇതിനു മുമ്പും തക്ഷശില ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾസ് വായിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു പൊതുവേ സ്കോളേഴ്സ് ഒരുപാടുള്ള ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും പോസ്റ്റ് ഗ്രാജുവേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ, ഹയർ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനോ PhD ഒക്കെ ചെയ്യേണ്ട സാഹചര്യം വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റീസ് ആണ് എന്ന് നമുക്ക് കരുതാം, അല്ലേ? ഐ എം നോട്ട് സോ ഷുവർ അബൌട്ട് ഇറ്റ്. ബട്ട് സ്റ്റിൽ ഇങ്ങനെ ഒരുപാട് പേരുടെ, ഇപ്പം നമ്മൾ DU അതുപോലെ JNU എന്നൊക്കെ പറയുന്ന പോലെ തന്നെ വരുന്ന ഒന്നാണ് ഇതെന്ന് തോന്നുന്നു. ഓക്കെ, യെസ്. സോ നമുക്ക് നമ്മുടെ ആർട്ടിക്കിളിലേക്ക് ഡീപ്പ് ഡൈവ് ചെയ്യാം. ഇതിനകത്ത് പറയുന്ന ആന്ത്രോപിക് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലാബാണ്. അവർ ഒരു 3 ചൈനീസ് ലാബ്സ് പേരുകൾ കൊടുത്തിട്ടുണ്ട്: ഡീപ് സീക്ക്, മൂൺഷൂട്ട് AI ആൻഡ് മിനിമാക്സ്. അവരെ ഒരു ദേശീയ സുരക്ഷ, നാഷണൽ സെക്യൂരിറ്റി ത്രെറ്റായിട്ട് പ്രഖ്യാപിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, സോ എന്തുകൊണ്ടാണ് അതെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. AI മോഡൽസ് ആന്ത്രോപിക്കിൻ്റെ ആണെങ്കിലും അതർ അമേരിക്കൻ ലാബ്സിൻ്റെ ആണെങ്കിലും അവർ ഇത് US മിലിറ്ററി ഇറാനിൻ്റെ അറ്റാക്കിൻ്റെ സമയത്ത് ഇത് ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. ഓക്കെ, ടു ഫാസ്റ്റ് ട്രാക്ക് ദ കിൽ ചെയിൻ ഫ്രം ദ ടാർഗറ്റ് ഐഡൻറ്റിഫിക്കേഷൻ. കിൽ ചെയിൻ്റെ മീനിങ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതൊരു ടേം ആണ് കേട്ടോ. കിൽ ചെയിൻ എന്ന് പറയുന്ന ഒരു അക്രമത്തിൻ്റെ ഒരു എന്താ പറയുക, നടപ്പിലാക്കുന്നതിനുള്ളൊരു ടേം ആയിട്ടാണ് വരുന്നത്. അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഐഡൻറ്റിഫൈ, ടാർഗറ്റ്, എൻഗേജ് ആൻഡ് ഡിസ്ട്രോയ്, 4 സ്റ്റെപ്പ് വരുന്ന. അതായത് ടാർഗറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, ടാർഗറ്റ് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് എൻഗേജ് ചെയ്യുക, ഡിസ്ട്രോയ് ചെയ്യുക. ഈ 4 സ്റ്റെപ്പിൽ വരുന്നതിന് ആ ചെയിൻ പ്രോസസ്സിന് പറയുന്ന പേരാണ് കിൽ ചെയിൻ പ്രോസസ്സ്. അപ്പോൾ നിങ്ങൾക്കറിയാം
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മളുടെ എന്താ പറയുക യുദ്ധങ്ങളിൽ ഇപ്പം വളരെ കാര്യമായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. സോ AI മോഡലായിട്ടുള്ള ആന്ത്രോപിക് അതുപോലെ വേറെയുള്ള അമേരിക്കൻ ലാബ്സും US മിലിറ്ററി ഇറാനിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അറ്റാക്കിൽ ഈ ഒരു കിൽ ചെയിന് വേണ്ടിയിട്ട് എന്താ പറയുക legal approval identification to from target identification to legal approval and strike അല്ലേ, ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് കടക്കുവാനായി എന്ത് വന്നിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് വേറൊരു ഒബ്ജക്ഷൻ, അതായത് നമ്മൾ ചെയ്യുന്ന കാര്യം ഓക്കെ പക്ഷെ മറ്റുള്ളവർ ചെയ്യുന്നത് ഓക്കെ അല്ല എന്ന രീതിയിലുള്ളൊരു ലീഗൽ ഒബ്ജക്ഷൻ വരുത്തുന്നതിനെയാണ് ഈ ആർട്ടിക്കിൾ നിശ്ചിതമായിട്ട് വിമർശിച്ചിരിക്കുന്നത്. ഓക്കെ, so let's move ahead. Pentagon എന്താണ്, ലേബൽഡ് ആന്ത്രോപിക് ആസ് എ സപ്ലൈ ചെയിൻ റിസ്ക്. ആന്ത്രോപിക്കിനെ ഒരു സപ്ലൈ ചെയിൻ, അതായത് സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ എന്താണെന്ന്. നോർമലി സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർവീസ് ആണ് അല്ലേ, അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഒരു ഫ്ലോ ആണ് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എന്ത് പറയുന്നു, ഡിസ്റപ്ഷൻ ടു ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ആണ്. അതായത് തടസ്സം നിൽക്കുക അല്ലെ, ഗുഡ്സും സർവീസസും ഇൻഫർമേഷനും ഒരു ഇന്റേണൽ ഓപ്പറേഷനിൽ നിന്ന് ഒരു എക്സ്റ്റേണൽ ഓപ്പറേഷൻ ഫാക്ടറിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന തടസ്സമായിട്ടാണ് ആന്ത്രോപിക്കിനെ കാണുന്നത്. Okay, a designation associated with foreign adversaries for raising concerns. അല്ലെ, ഒബ്വിയസ്ലി ഫോറിൻ അഡ്വേഴ്സറീസ് ഇതിനെ ഒരു കൺസേൺ ആയിട്ട് തന്നെ വിദേശ വൈരികളുമായിട്ട് ഒരു ബന്ധപ്പെടുത്തിയുള്ള ഉപയോഗത്തിൻ്റെ ഒരു വിശേഷണമായിട്ട് തന്നെയാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഡിസിഷൻ ഈസ് നൗ ചാലഞ്ച്ഡ് ഇൻ കോർട്ട്. ഇങ്ങനെയുള്ളൊരു ഡിസിഷൻ ഇത് മിലിറ്ററി ഓപ്പറേഷൻസിൽ കാര്യമായിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറയുന്നുമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഡിസിഷനെ ഇപ്പോൾ കോടതിയിൽ വെല്ലുവിളിക്കപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതായത് പെൻറ്റഗൺ ആന്ത്രോപിക്കിനെ സപ്ലൈ ചെയിൻ റിസ്ക് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണയായിട്ട് വിദേശി എന്താ പറയുക നമ്മളുടെ എനിമീസുമായിട്ട് ബന്ധപ്പെടുത്തി ഉപയോഗിക്കുന്ന ഒരു വിശേഷണമാണിത്. ഇത് അവരുടെ തന്നെ കമ്പനിയാണ്, AI കമ്പനിയാണ്. സോ സൈനിക പ്രവർത്തനങ്ങൾ അവരുടെ സാങ്കേതിക വിദ്യ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നതിൻ്റെ ആശങ്കയാണ് അല്ലേ, ഒരു കൺസേൺ. ഡെഫിനറ്റ്ലി ദേ ആർ റേസിംഗ് കൺസേൺ ഹൗ ദിസ് ടെക്നോളജി ഹാസ് ബീൻ യൂസ്ഡ് ഇൻ മിലിറ്ററി ഓപ്പറേഷൻസ്. ഓക്കെ, ഈ ഒരു തീരുമാനം ഇപ്പോൾ കോടതിയിൽ വെല്ലുവിളിച്ചിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ദീസ് ഡെവലപ്മെന്റ്സ് ഓവർ ദ കോഴ്സ് ഓഫ് ദ ഫ്യൂ വീക്സ് ഹാവ് എ സീരിയസ് ഇംപ്ലിക്കേഷൻ ഫോർ AI ഡെവലപ്മെന്റ് ആൻഡ് നാഷണൽ സെക്യൂരിറ്റി കാൽക്കുലസ് വേൾഡ് വൈഡ്. ഇതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ. എന്താ റീസൺ എന്ന് വെച്ചാൽ ഏതാനും ആഴ്ചകളായിട്ട് നടന്ന ഈ സംഭവ വികാസങ്ങൾ AI-യുടെ ഒരു ഡെവലപ്മെൻറ്റ് വികസനത്തിനും ഒരു ഇൻ്റർനാഷണലി അല്ലെ ആഗോളതലത്തിലുള്ള ഒരു ദേശീയ സുരക്ഷാ കണക്കുകൂട്ടലിനും വലിയ രീതിയിലുള്ളൊരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു പ്രത്യാഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നും പറയുന്നു. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്കിത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ അല്ലേ. യെസ്, അടുത്തത് എന്താണ് സീരിയസ് ആയിട്ടുള്ള ഈ ഇഷ്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ Chinese AI labs have been accused of distilling frontier models from American AI companies. അതായത് ഇവിടുത്തെ ഈ ഒരു മീനിങ്, ഈ ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു എന്താ പറയുക എക്സ്ട്രാക്റ്റിംഗ്, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു സിനോണിം കൂടെ നോക്കാം എന്താണെന്ന്. ഒരു സിനോണിം കൂടെ നോക്കുകയാണെങ്കിൽ ഒരു പ്യൂരിഫിക്കേഷൻ, റിഫൈനിങ്, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റിംഗ്, കണ്ടൻസിങ്, എക്സ്ട്രാക്റ്റിംഗ്, ഇങ്ങനെയുള്ള മീനിങ് ഒക്കെയാണ് ഡിസ്റ്റിലിങ്ങിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ ചൈനീസ് ആയിട്ടുള്ള AI ആപ്സ് എന്ത് ചെയ്യുന്നു, അവർ ഹാവ് ബീൻ അക്യൂസ്ഡ് ഓഫ്, അവരെ അക്യൂസ് ചെയ്യുന്നു അമേരിക്കൻ കമ്പനികൾ. കാരണം അവരുടെ കയ്യിൽ നിന്നും ഈ മോഡലുകൾ ഡിസ്റ്റിലിംഗ് വഴി ചോർത്തിയെടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതിൽ നിന്ന് അതായത് ചൈനീസ് AI ലാബുകൾ അമേരിക്കൻ കമ്പനികളുടെ മുൻനിര AI മോഡലുകൾ ഡിസ്റ്റിലേഷൻ വഴി പകർത്തിയെടുത്തതായി ആരോപിക്കുന്നു. ദാറ്റ് മീൻസ് ദേ ഹാവ് ടേക്കൺ ഇറ്റ്, അല്ലെ അവരതിൽ നിന്ന് ചോർത്തിയെടുത്തിട്ടുണ്ട് എന്നുള്ളൊരു മീനിങ് ആണ്. സോ ഇൻ എ നട്ട്ഷെൽ ആകത്തുകയായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ദിസ് ഇൻവോൾവ്സ് ടേക്കിംഗ് എ സ്ട്രോങ്ങർ AI മോഡൽ ഔട്ട്പുട്ട്സ് ടു റീച്ച് എ വീക്കർ മോഡൽ. അതായത് നമ്മൾ വളരെ സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ശക്തമായിട്ടുള്ള ഒരു AI മോഡലിൻ്റെ ഒരു ഉത്തരങ്ങൾ ഉപയോഗിച്ച് ഒരു ദുർബലമായിട്ടുള്ള ഒരു AI മോഡലിനെ പരിശീലിപ്പിക്കുക. അതായത് അമേരിക്ക പറയുന്നത് അമേരിക്കയുടെ AI മോഡൽസ് വളരെ സോഫിസ്റ്റിക്കേറ്റഡ്, ദേ ആർ വെരി എന്താ പറയുക നമ്മളെ വളരെ സ്ട്രോങ്ങർ AI മോഡലാണെന്നും, എന്നാൽ ഇപ്പുറത്തെ സൈഡിലുള്ള ചൈനീസ് ആയിട്ടുള്ള നമ്മൾ ചൈനീസിൻ്റെ പൊതുവേ ഉള്ളൊരു ധാരണയാണ് അല്ലേ, ദേ ആർ ലൈക്ക് അവരുണ്ടാക്കുന്ന എന്ത് സാധനങ്ങളും ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അങ്ങനെയുള്ള ഒരു വീക്കർ മോഡലിലേക്ക്
ആ ഒരു അതിനെ ദുർബലപ്പെടുത്തി എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, ദുർബല മോഡലിനെ പരിശീലിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇവിടെയാണ് ഒരു നാഷണൽ സെക്യൂരിറ്റി കൺസേൺ വരുന്നത് എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, സോ ദീസ് അറ്റാക്സ് വെയർ സൊഫിസ്റ്റിക്കേറ്റഡ്. കുറച്ച് വേർഡ്സ് ഒക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, മീനിങ്സ് നിങ്ങൾ എടുത്ത് നോക്കണം. സൊഫിസ്റ്റിക്കേറ്റഡ് മീൻസ് ക്ലാസി അല്ലെങ്കിൽ വളരെ ഏർബൻ ആയിട്ടുള്ളത്. ആൻഡ് യൂസ് ഡിസെപ്റ്റീവ് ടെക്നിക്സ്. ഡിസെപ്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസോണസ്റ്റ് അല്ലെങ്കിൽ ചീറ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ് ഡിസെപ്ഷൻ. ഓക്കെ, ടു മാസ് ദ ഐഡന്റിറ്റി ആൻഡ് ഇൻറ്റെൻറ്റ് ഓഫ് ദ ഡിസ്റ്റിലേഴ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞു വരുന്നത്? നമ്മൾ ഈ ഒരു പ്രക്രിയ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആണ് അല്ലേ, സങ്കീർണമാണ്. എങ്കിലും ഡിസ്റ്റിലേഷൻ നടത്തിയവരുടെ ഒരു എന്താ പറയുക, അവരുടെ മാസ്ക് ഐഡൻറ്റിറ്റിയാണ്. ഐഡൻറ്റിറ്റി ഈസ് ബീൻ മാസ്ക്ഡ് അല്ലേ, അതെന്താണ്? അവരത് മറച്ചു വെച്ചുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ആന്ത്രോപിക് എന്താണ് ക്ലെയിം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊരു ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ ആണ് സംഭവിക്കുന്നത്. ഓൺ ആൻ ഇൻഡസ്ട്രിയൽ സ്കെയിൽ, ചെറിയ തോതിലല്ല വലിയ തോതിൽ തന്നെ സംഭവിക്കുന്നു. 16 മില്യൺ എക്സ്ചേഞ്ചസ് വിത്ത് ക്ലോഡ് എന്ന് പറയുന്നത് ഒരു ആന്ത്രോപിക്കിൻ്റെ AI ആണ്. ബിൽഡ് ഫോർ പ്രോബ്ലം സോൾവേഴ്സിന് വേണ്ടിയിട്ടാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. ടാക്കിൾ, അതിൻ്റെ കഴിവ് എന്താണെന്ന് വെച്ചാൽ കോംപ്ലക്സ് ചാലഞ്ചസ്, അതുപോലെ അനലൈസ് ചെയ്യും, ഡേറ്റ കോഡ് റൈറ്റ് ചെയ്യും, അതുപോലെ തിങ്ക് ത്രൂ ദ ഹാർഡസ്റ്റ് വർക്ക്. എത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെങ്കിലും അത് ഈസി ആയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്ത് തരാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ആന്ത്രോപിക്കിൻ്റെ ക്ലോഡ് എന്ന് പറയുന്നത്. ഈ ക്ലോഡുമായിട്ട് ഏകദേശം 16 മില്യൺ എക്സ്ചേഞ്ചസ് ചെറിയ ചൈനയുടെ നമ്മൾ നേരത്തെ പറഞ്ഞു പോയ കമ്പനീസിൻ്റെ, അതായത് വളരെ ദൗർബല്യമായിട്ടുള്ള കമ്പനീസ് അല്ല, AI മോഡൽസിനെ വളർത്തിയെടുക്കാനായിട്ട് ഈ ക്ലൗഡുമായിട്ട് 16 മില്യൺ എക്സ്ചേഞ്ചസ് നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് അപ്രോക്സിമേറ്റ്ലി പറഞ്ഞാൽ 24,000 ഫ്രോഡുലൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? ചീറ്റ് ചെയ്യുന്ന വ്യാജ അക്കൗണ്ടുകൾ അല്ലേ, ആ വ്യാജ അക്കൗണ്ടുകൾ വഴി 16 മില്യൺ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഇത് വയലേഷൻ ഓഫ് ടേംസ് ആൻഡ് സർവീസസ് ആൻഡ് റീജിയണൽ ആക്സസ് റെസ്ട്രിക്ഷൻ ആണ്. അതായത് അവരുടെ സേവന നിബന്ധനകൾ അല്ലേ, ടേംസ് ഓഫ് സർവീസ്, സേവന നിബന്ധനകളും അതുപോലെ തന്നെ ഒരു ആക്സസിൻ്റെ നിയന്ത്രണങ്ങളും ലംഘിച്ചാണ് ഇത്തരം കാര്യങ്ങൾ നടത്തിയത് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നിങ്ങൾക്കിത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വൺ, ജനറേറ്റീവ് AI എന്ന് പറയുന്നത് ഇക്വേറ്റഡ് വിത്ത് ന്യൂക്ലിയർ ടെക്നോളജീസ്. ഓക്കെ, ജനറേറ്റഡ് AI എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തേക്കുന്നത് അല്ലേ? ഒരു ആണവ സാങ്കേതിക വിദ്യ, ന്യൂക്ലിയർ ടെക്നോളജികളുമായിട്ട് താരതമ്യം ചെയ്യുന്നു. ഓക്കെ, സോ എന്താണ് ദ പ്രൊലിഫറേഷൻ ഓഫ് ദ ടെക്നോളജി? പ്രൊലിഫറേഷൻ എന്ന് പറഞ്ഞാൽ ക്രിയേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു വികസിച്ച് പോവുക അല്ലേ, അതിൻ്റെ ഒരു എന്താ പറയുക വ്യാപനം എന്നൊക്കെ വേണമെങ്കിൽ നമ്മൾ പറയാം. ഓക്കെ, ഇറ്റ്സ് എ ഡ്യുവൽ യൂസ് ജനറൽ പർപ്പസ് ടെക്നോളജി ദാറ്റ് ഈസ് മോർ കമ്പാരബിൾ ടു സെമി കണ്ടക്ടേഴ്സ് ദാൻ ന്യൂക്ലിയർ വെപ്പൺസ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അതൊരു സാധാരണ ഉപയോഗിക്കുന്നതിലും നമ്മൾ എന്താ പറയുക, ഒരു ഡ്യുവൽ യൂസ് ആയിട്ടുള്ള രണ്ട് രീതിയിലുള്ള ഒരു പർപ്പസ് ഉള്ള ഒരു ടെക്നോളജിയാണിത്. ഓക്കെ, AI എന്ന് പറയുന്ന ജനറേറ്റീവ് AI ഈസ് ഈക്വൽ ടു ന്യൂക്ലിയർ ടെക്നോളജി എന്ന് പറയുന്നു. പക്ഷേ ഇതിനൊരു രണ്ട് പർപ്പസാണ്. ഒന്ന് ജനറൽ പർപ്പസും ദാറ്റ് ഈസ് മോർ കമ്പാരബിൾ ടു സെമി കണ്ടക്ടേഴ്സ്. അവരെ നമുക്ക് ന്യൂക്ലിയർ വെപ്പൺസുമായിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. എന്താ പറയുക, അവരെ ഒരു സെമി കണ്ടക്ടേഴ്സ് ആയിട്ട് മാത്രമേ നമുക്ക് വിശേഷിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ന്യൂക്ലിയർ ടെക്നോളജി പോലെ വേർ ഗവൺമെൻറ്റ്സ് ഡ്രൈവ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എഫേർട്സ്, കട്ടിംഗ് എഡ്ജ് AI റിസർച്ച് ഹാപ്പൻസ് ഇൻ പ്രൈവറ്റ് സെക്ടർ ആൻഡ് സിവിലിയൻ ആപ്ലിക്കേഷൻ. ഒരു ന്യൂക്ലിയർ വെപ്പൺ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾക്ക് സാധാരണക്കാരായ ആൾക്കാരെ കൊണ്ട് സാധിക്കുമോ? ഏതെങ്കിലും ഒരു ജനറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കോമൺ മാൻ നടത്തുന്ന, സാധാരണ ജനങ്ങൾ നടത്തുന്ന, സിവിലിയൻസ് നടത്തുന്ന ഏതെങ്കിലും ഒരു ന്യൂക്ലിയർ ഡെവലപ്മെൻറ്റ് പ്ലാൻസിനെ കുറിച്ച് നമുക്ക് അറിവുണ്ടോ? ഇല്ല. ഇത് ഗവൺമെൻറ് തലത്തിൽ മാത്രമേ അതിൻ്റെ റിസർച്ചും ഡെവലപ്മെൻറ്റും നടത്താൻ പാടുള്ളൂ. പക്ഷേ എന്നെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ റിസർച്ച് സംഭവിക്കുന്ന എവിടെയാണ്? മോസ്റ്റ് ഓഫൺ പ്രൈവറ്റ് സെക്ടർ അല്ലെങ്കിൽ ഫോർ സിവിലിയൻ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് അല്ലേ. അത് ഇറ്റ് ജസ്റ്റ് സോ ഹാപ്പൻ ദാറ്റ് ദറ്റ് സെയിം ടെക്നോളജി ഹാസ് മിലിറ്ററി ആപ്ലിക്കേഷൻ. ഇതേ സെയിം സാങ്കേതിക വിദ്യ എന്തുമായിട്ട്? മിലിറ്ററി ആപ്ലിക്കേഷൻസുമായിട്ടും കൂടുതൽ സാമ്യമുള്ളതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ. അതായത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ കോംപ്രമൈസ്ഡ് ആകുന്നത് എന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഓക്കെ, മൂന്നാമത്തത് അടുത്ത പോയിന്റ് പറയാണ്, ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ വർക്ക്സ് ബിക്കോസ് ഫിസൈൽ മെറ്റീരിയൽ, ഫിസൈൽ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിയർ ഫിഷൻ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ, ഓക്കെ, ഈസ് റെയർ.
കൺട്രോൾഡ് ആൻഡ് ട്രേസബിൾ. അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ന്യൂക്ലിയർ വെപ്പൺ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത് എത്രമാത്രം ഇത് സത്യമാണ് എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ഒരു സംഭവം ഒരു ആർട്ടിക്കിൾ വായിച്ചാണ് കേട്ടോ, എപ്പോഴും മുമ്പ് വായിച്ചു പോയതാണ്. അതിനകത്ത് പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ഇവിടുന്ന് ഒരുപാട് സ്പൈസ് അല്ലേ, നമ്മുടെ എന്താ പറയുക, ഒരുപാട് സ്പൈസ് പുറം രാജ്യം, ഐ മീൻ നോട്ട് പുറം രാജ്യങ്ങൾ, പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. സോ യെസ്, സോ അജിത് ദോവൽ അങ്ങനെയുള്ള പല ആൾക്കാരുടെ പേരുകൾ നമുക്ക് വളരെ കൃത്യമായ രീതിയിൽ മെൻഷൻ ചെയ്ത് പോകാൻ പറ്റുന്ന ആൾക്കാർ ഒരുപാട് പേര് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. ഇതിൽ ഒരാൾ അവിടെ വർക്ക് ചെയ്തത് ആസ് എ ബാർബറായിട്ടായിരുന്നു. ഓക്കെ, ബാർബറായിട്ട് വർക്ക് ചെയ്ത സമയത്ത് അദ്ദേഹം സ്ഥിരമായിട്ട് അവിടെ വരുന്ന ആൾക്കാരുടെ മുടിയുടെ സാമ്പിൾസ് ശേഖരിച്ചു തുടങ്ങി. മുടിയുടെ സാമ്പിൾസ് ലാബിലേക്ക് അയച്ചപ്പം അദ്ദേഹത്തിന് കിട്ടിയ ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ, അതിനകത്ത് ന്യൂക്ലിയർ വെപ്പൺസ് നിർമ്മിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ന്യൂക്ലിയർ എനർജി അല്ലേ അതിൻ്റെ ഒരു എന്താ പറയുക പ്രസൻസ് അതിനകത്ത് കാണാൻ സാധിച്ചു. അങ്ങനെയാണ് പാകിസ്ഥാൻ ന്യൂക്ലിയർ വെപ്പൺ നിർമ്മിക്കുന്നുണ്ട് എന്ന് ഇന്ത്യക്ക് മനസ്സിലായതും ഇന്ത്യക്ക് അതിനെ തടയിടാനായിട്ട് സാധിച്ചതും. ഓക്കെ, സോ ഇത് അതാണ് ഞാൻ പറഞ്ഞു വന്നത്, ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ വർക്ക് എന്ന് പറയുന്നത് റെയർ മെറ്റീരിയലുമാണ്, അതുപോലെ കൺട്രോളബിളുമാണ്, ട്രേസബിളുമാണ്. പക്ഷേ AI അങ്ങനെയാണോ? ഇത് മാത്തമാറ്റിക്കൽ AI മോഡൽസിൽ ഇത് സെയിം അല്ല. കാരണം എന്താ വെച്ചാൽ, ഡീപ് സീക്ക് എന്ന് പറയുന്നത് ഒരു ചൈനീസ് AI റിസർച്ച് ലാബ് ആൻഡ് AI കമ്പനിയാണ്. 2023 അത് സ്ഥാപിച്ചത്. അവരുടെ ഡെവലപ്പിംഗ് ഹൈ എഫിഷ്യൻസി ആയിട്ടുള്ള ഓപ്പൺ വെയ്റ്റ് ലാർജ് ലാംഗ്വേജ് LLMS അല്ലേ, ലാർജ് ലാംഗ്വേജ് മോഡൽസ് ഉള്ള ഒരു ചാറ്റ് ബോട്ടും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് DeepSeek R1, DeepSeek V3 എന്ന് പറയുന്ന കുറേ മോഡൽസ് അവരുടെ ഉണ്ട്. ഓക്കെ, ഇതൊരു ചൈനീസ് കമ്പനിയാണ്. ഓക്കെ, സോ ഇവർക്ക് ഒരു കമ്പയറബിൾ പെർഫോമൻസ് ഇൻ ദ ഫ്രണ്ടിയർ മോഡൽ അറ്റ് എ ഫ്രാക്ഷൻ ഓഫ് ദ കോസ്റ്റ് ആഫ്റ്റർ എക്സ്പോർട്ട് കൺട്രോൾസ് വെയർ ഇമ്പോസ്ഡ് ഈസ് പ്രൂഫ് ദാറ്റ് റെസ്ട്രിക്ഷൻസ് ആർ നോട്ട് എഫക്റ്റീവ്. അതായത് റെസ്ട്രിക്ഷൻസ് ഇവിടെ എഫക്റ്റീവ് അല്ല എന്ന് പറയാനായിട്ട് കാരണമുണ്ട്. DeepSeek വളരെ കുറഞ്ഞ ചെലവിൽ ഒരു മുൻനിര AI മോഡലും സമാനമായിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കുന്ന ഒന്നാണ്. ഓക്കെ, ഇത് നിയന്ത്രണങ്ങൾക്ക് ഫലപ്രദമല്ല എന്നതിനുള്ളൊരു തെളിവാണ്. കാരണം AI മോഡൽസിനെ ക്വസ്റ്റ്യൻ ചെയ്യുക അല്ലെ, ചോദ്യം ചെയ്യുന്നതിനെ തന്നെ ഒരു ആയുധ വ്യാപനമായി കാണണമെന്ന് ഒരു തരത്തിലുള്ള ഒരു എന്താ പറയുക ന്യൂക്ലിയർ വെപ്പൺ ഡീലുമായിട്ട് തന്നെ നമ്മൾ താരതമ്യം ചെയ്യപ്പെടുന്നു അല്ലെ. ഈസ് ഇക്വവാലന്റ് ടു വെപ്പൺ പ്രൊലിഫറേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ക്വറിയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആസ്കിങ് അല്ലെ ഇൻക്വയറിങ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതായത് ന്യൂക്ലിയർ ഡീൽസിനെ കുറിച്ചും ന്യൂക്ലിയർ ഡീൽസ് കുറച്ചുകൂടി ട്രേസബിൾ ആണ്, എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു എക്സ്പാൻഷൻ എന്ന് പറയുന്നത് നമുക്ക് യാതൊരു രീതിയിലും ട്രേസ് ചെയ്യപ്പെടാൻ സാധിക്കാത്ത ഒന്നാണെന്നും അത് പ്രൈവറ്റ് സെക്ടറിലാണ് കൂടുതലായി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതെന്നും ആ പ്രൈവറ്റ് സെക്ടറിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യുദ്ധം മുതലായ കാര്യങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാം സെക്യൂരിറ്റീസ് ആണ് അവിടെ കോംപ്രമൈസ്ഡ് ആകുന്നത് എന്നുമാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, yes, so distill models are guardrails. Anthropic's argument that a distill models ഇവിടെ distill models and guardrails are a distill model എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത് will be used less responsibly lies on weak foundations അല്ലേ. ഡിസ്റ്റിൽ മോഡലുകൾ കൂടുതൽ ഉത്തരവാദിത്വമില്ലാതെ ഉപയോഗിക്കപ്പെടും എന്നാണ് ആന്ത്രോപ്പിക്കിൻ്റെ ഒരു വാദം. ഓക്കെ, ശക്തമായ അടിത്തറയില്ലാത്തതാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. ഓക്കെ, സോ അമേരിക്കൻ ഫ്രണ്ടിയർ കമ്പനീസ് ആയിട്ടുള്ള ആന്ത്രോപ്പിക്, ഓപ്പൺ AI, ഗൂഗിൾ, XAI തുടങ്ങിയ എല്ലാം ഉപയോഗിക്കുമ്പോൾ UI മോഡലും US സൈന്യം എന്തിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു ഇവിടെ കൊടുത്തിട്ടുണ്ട്. സർവേലൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ സൈബർ വാർഫെയറിന് വേണ്ടിയിട്ട്, ലീത്തൽ ആയിട്ടുള്ള ഓട്ടോണമസ് വെപ്പൺ സിസ്റ്റം, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അവരത് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇൻഫാക്ട് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്, ആന്ത്രോപ്പിക്ക് അടുത്തിടെ വളരെ റീസെൻ്റ്ലി ഉപയോഗിച്ച രീതികളെക്കുറിച്ച് ആശങ്കപ്പെടുമ്പോൾ ഓക്കെ
അവരെ പ്രതിരോധ സംവിധാനത്തിൽ നിന്ന് നീക്കാനും ഒരു സപ്ലൈ ചെയിൻ റിസ്ക് എങ്ങനെയാണ് എന്ന് പ്രഖ്യാപിക്കാനും ഒരു ഭീഷണി നേരിടേണ്ടി വരുന്നു എന്നുള്ള കാര്യമാണ്. അതായത് റീസെൻ്റ്ലി അവർ കൺസേൺ അവതരിപ്പിച്ചത് എന്താണ്? കൈൻഡ്സ് ഓഫ് യൂസസ് ഇറ്റ്സ് മോഡൽസ് വെയർ പുട്ട് ടു, അല്ലേ? അവരുടെ മോഡൽസ് എവിടെയാണ് ഇട്ടിരിക്കുന്നത് എന്നത് അവരത് ഒരു ത്രെറ്റാണ്, അവിടെ നിന്ന് നീക്കം ചെയ്യാൻ, ഡിഫൻസ് സിസ്റ്റത്തിൽ നിന്നും അതിനെ നീക്കം ചെയ്യാനും അതുപോലെ സപ്ലൈ ചെയിൻ റിസ്ക്കും അവരവിടെ നോട്ടിഫൈ ചെയ്ത് പറയുന്നു. അവരുടെ റൈവലായിട്ടുള്ള ഓപ്പൺ AI എന്ന് പറയുന്ന വേറൊരു അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനി അവർ ആക്സെപ്റ്റഡ് എ പെർമിസീവ് കോൺട്രാക്ട് ഫോർ മിലിറ്ററി യൂസ്. ഒരു പെർമിസീവ് എന്ന് പറഞ്ഞാൽ ഒരു ടോളറൻ്റ് ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് മിലിറ്ററി യൂസിന് അവർ സമ്മതിച്ചിട്ടുണ്ട്. ഓക്കെ, സോ highlight a race to the bottom given the competitive pressure to the serve ഗവൺമെൻറ് ക്ലയൻസ്. അതായത് ഒരു സർക്കാരിൻ്റെ കരാറ് നേടിയെടുക്കാനുള്ള ഒരു മത്സരമായിട്ട് മാത്രമേ നമുക്കിവിടെ ഇതിനെ കാണാനായിട്ട് സാധിക്കുള്ളൂ. അതായത് ആന്ത്രോപ്പിക് പറയുന്ന സെക്യൂരിറ്റി കൺസേൺസ് ഡെഫിനറ്റ്ലി പറയുമ്പോൾ ഓപ്പൺ AI എന്ന് പറയുന്ന തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കമ്പനി ഇവിടെ പെർമിഷൻ, അതായത് മിലിറ്ററി യൂസിനുള്ള ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ അവരുടെ മോഡൽസ് ഇങ്ങനെ പുട്ട് ടു സച്ച് യൂസസ് ദ ആർഗ്യുമെൻറ്റ് ദാറ്റ് ഡിസ്റ്റിൽ മോഡൽസ് വിൽ നോട്ട് ഹാവ് ഗാർഡ് റെയിൽസ് കൊളാപ്സസ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവരുടെ സ്വന്തം മോഡലുകൾ തന്നെ ഇത്തരം ഉപയോഗങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ഡിജിറ്റൽ മോഡലുകൾക്ക് സുരക്ഷയില്ല എന്ന്, അല്ലെ സുരക്ഷാ നിയന്ത്രണം ഇല്ലായിരിക്കും എന്ന വാദം അവിടെ നിലനിൽക്കില്ല എന്ന് തന്നെ പറഞ്ഞു പോകുന്നു. ഓക്കെ, യെസ്. ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഹാർഡ് ടു കൺട്രോൾ ദ ഡിഫ്യൂഷൻ ഓഫ് സച്ച് ടെക്നോളജി ഫോർ മെനി റീസൺസ്. ഇങ്ങനെ പോകുന്ന ടെക്നോളജിയെ ഡിഫ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ വ്യാപനം നിയന്ത്രിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാര്യം എന്താണെന്ന് ഇവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ടാലൻറ്റ് മൊബിലിറ്റി, അല്ലേ, ഈസ് എ ഹാർഡ് ടു റെസ്ട്രിക്റ്റ്. അതായത് ഗവേഷകരുടെ ടാലൻറ്റ് മൊബിലിറ്റി നിയന്ത്രിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. മെനി റിസർച്ചേഴ്സ്, ചൈനീസ് ലാബിൽ വർക്ക് ചെയ്യുന്ന മെനി റിസർച്ചേഴ്സും എവിടെയാണ് ട്രെയിൻ ചെയ്യപ്പെട്ടത്? യൂണിവേഴ്സിറ്റീസ് ഓഫ് US-ലും അതുപോലെ US കമ്പനീസിലും അവർ വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലേ? അമേരിക്കൻ സർവകലാശാലയിൽ പഠിച്ചവരാണ് അവരെല്ലാവരും. സോ ഈ റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത് on inputs such as semiconductors have been repeatedly circumvented എന്ന് പറഞ്ഞാൽ avoided and now partially repealed എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cancelled, അല്ലേ? അപ്പോൾ സെമികണ്ടക്ടേഴ്സ് പോലുള്ള ഇൻപുട്ടുകളുടെ നിയന്ത്രണം പലവട്ടം മറികടക്കപ്പെട്ടു എന്ന് തന്നെയാണ് പറയുന്നത്. ഈ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത് ഈസ് വൺ മോർ വെക്ടർ മീൻസ് ഇവിടെ പാത്ത് എന്നാണ് പറയുന്നത്, ഒരു പുതിയ വഴിയുമുണ്ട്. that is a new method or that is a new path, even harder to restrict. Distillation എന്ന് പറയുന്ന ഈ പ്രോസസ്സ് ഈവൻ കുറച്ചുകൂടെ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ എന്നാണ് ആന്ത്രോപ്പിക്കിൻ്റെ ഒരു റിപ്പോർട്ട് അക്നോളജ് ചെയ്യുന്നത്, രേഖപ്പെടുത്തുന്നത്. എന്നാലും ഓരോ സമയം റെസ്ട്രിക്ഷൻസ് വരുമ്പോഴും, ഈച്ച് ടൈം എ റെസ്ട്രിക്ഷൻ അപ്പിയേഴ്സ്, ഓരോ സമയം നിയന്ത്രണങ്ങൾ വരുമ്പോഴും അവരെന്ത് ചെയ്യും? ആ നിയന്ത്രണങ്ങൾ മറികടക്കാനുള്ള പുതിയ മാർഗങ്ങൾ സ്വീകരിക്കും, അല്ലേ? വർക്ക് അറൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ടെമ്പററി മെത്തേഡ്സ് ആണ് ടു ബൈപ്പാസ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം മറികടക്കാനുള്ള ഒരു ടെമ്പററി മെത്തേഡ്. അത് മാത്രമല്ല ഒരു ഒബ്സ്റ്റക്കിൾ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ റിസ്ക് ആകാം അല്ലെങ്കിൽ ഡിഫക്റ്റ് ആകാം, ഇതൊക്കെ മറികടക്കാനുള്ള ഒരു ടെമ്പററി മെത്തേഡിനെയാണ് വർക്ക് അറൗണ്ട്സ് എന്ന് പറയുന്നത്. allowing work to continue without directly fixing the root cause. റൂട്ട് കോസ് എന്താണ് എന്നത് കൃത്യമായി പരിഹരിക്കപ്പെടാതെ മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു കണ്ടിന്യൂ ടു വർക്ക്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അതിനെ മറികടക്കാനുള്ള മറ്റ് രീതികൾ കണ്ടുപിടിച്ചു തുടങ്ങും. അപ്പോൾ ഈ ഡിസ്റ്റിലേഷൻ റിസ്കി ആണെങ്കിൽ എന്താണ്? നോട്ട് അലൗവിങ് പബ്ലിക് ആക്സസ് ടു ഇറ്റ് ഷുഡ് ബി ഓപ്ഷൻ ടു കൺസിഡർ, അല്ലേ? പബ്ലിക് ആക്സസിന് ഒട്ടും തന്നെ ഇതിനെ അനുവദിച്ചുകൂടാ എന്നതാണ് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ആക്ഷൻ, ഒരേ ഒരു പ്രതിവിധി എന്നാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഇനി നാഷണൽ സെക്യൂരിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ റെസ്ട്രിക്ഷൻസ് വേൾഡ് സേഫർ ആക്കുമോ? ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന വേൾഡ് സേഫ് ആകുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. They made it harder for rivals to compete with dominant US. ഇതുപോലുള്ള നിയന്ത്രണങ്ങൾ US നടപ്പിലാക്കിയാൽ US കുറച്ചുകൂടെ ഡോമിനൻ്റ് ആകും മറ്റു കമ്പനികൾക്ക്, മറ്റ് സാധാരണ രാജ്യങ്ങൾക്ക്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, യുദ്ധം വന്നു കഴിയുമ്പോൾ ഇസ്രയേലും US-ഉം, ഇന്നലത്തെ നമ്മൾ എഡിറ്റോറിയലിൽ ഡിസ്കസ് ചെയ്തിരുന്നു, US ആണെങ്കിലും
ഇസ്രയേൽ ആണെങ്കിലും ടെക്നോളജിക്കലി ഡ്രിവൺ ആണ്, വളരെ പവർഫുൾ ആയിട്ടുള്ള രണ്ട് നേഷൻസ് ആണ് അല്ലേ. അവരോട് മത്സരിച്ച് നിൽക്കുകയാണ് ഇറാൻ. ഇത്രയും ദിവസമായി 10-12 ദിവസമായിട്ട് തുടർന്ന് പോകുന്ന യുദ്ധം തുടരാൻ അവരെ കൊണ്ട് സാധിക്കുന്നു എന്നത് തന്നെ എന്താ പറയുക അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ അത് വാവ് ഫാക്ടർ ഉണ്ടെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ അവർ ആ ടെക്നോളജിയുമായിട്ട് കടപിടിച്ച് എന്തു വന്നാലും നിൽക്കുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഇപ്പോൾ ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉപയോഗം നമുക്ക് പ്രത്യേകിച്ചും മിലിറ്ററിയിൽ വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുന്ന എല്ലാ രാജ്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട്, ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, കാരണം എന്താ വെച്ചാൽ അപകട സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ സൈഡിൽ നിന്നുള്ള കാഷ്വാലിറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്, കൂടുതലല്ല കുറവാണ്. ഓക്കെ, അപ്പം യു എസിൻ്റെ ഡോമിനൻസ് ഇവിടെ വരികയും സാധാരണ രാജ്യങ്ങൾക്ക് അവരോട് മത്സരിച്ച് നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. So input-based restrictions are ineffective and only cause collateral damage to innovation, scientific collaboration and widespread economic development. അപ്പോൾ ഈ 3 കാര്യങ്ങൾക്ക് മാത്രമേ അവിടെ എന്ത് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ? ഒരു ഇന്നോവേഷനെ ബാധിക്കും, അതുപോലെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ അത് ബാധിക്കും, അതുപോലെ തന്നെ സാമ്പത്തിക വികസനത്തെ തടസ്സപ്പെടുത്തും. എന്നല്ലാതെ ഇതുകൊണ്ട് ഈ റെസ്ട്രിക്ഷൻസ് കൊണ്ട് പ്രത്യേകിച്ച് ലാഭമൊന്നും ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല. Okay, so the effective consolidation power is in the hand of few US companies. അവസാനം ഇത് ചില അമേരിക്കൻ കമ്പനികളുടെ കയ്യിലുള്ള കുത്തകാവകാശമായിട്ട് മാത്രം, കേന്ദ്രീകൃതമായിട്ടുള്ള അവകാശമായിട്ട് മാത്രം കേന്ദ്രീകരിക്കപ്പെടുമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇക്വേറ്റിംഗ് ഡിസ്റ്റിലേഷൻ, ഈ ഡിസ്റ്റിലേഷൻ ഇക്വേറ്റ് ചെയ്യുന്നത് ടു എന്തിന് ഇൻഡസ്ട്രിയൽ സ്കെയിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി തെഫ്റ്റ് അല്ലേ. വലിയ രീതിയിലുള്ള ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയെ നമ്മൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി തെഫ്റ്റ് എന്ന് പറയുന്ന വലിയൊരു സീരിയസ് ക്രൈം തന്നെയാണ് അല്ലേ. അതായത് എൻ്റെ ഐഡിയാസിനെ ഒരാൾ ചോർത്തിക്കൊണ്ട് പോവുക. ഇസ്ൻ്റ് ഇറ്റ്? ഞാൻ എന്തെങ്കിലും ഒരു ഐഡിയ ഇവിടെ കൊണ്ടുവന്നു, ആ ഐഡിയ തന്നെ വേറൊരാൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതിനെയാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി തെഫ്റ്റ് എന്ന് പറയുക അല്ലേ. ഇതും അൺഫെയർ തന്നെയാണ്. ഇസ്ൻ്റ് ഇറ്റ്? അതും എന്താ പറയുക, അത് കാണാനും ചിലപ്പോൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി തെഫ്റ്റ് എന്ന് കാണാനും നമ്മൾ അന്യായമായിട്ട് തന്നെ ഇരിക്കുമെന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ ഫ്രണ്ടിയർ AI മോഡൽസിനെ പരിശീലിപ്പിക്കുന്നത് ഒരു എന്താ പറയുക ക്രിയേറ്റീവ് ആൻഡ് ഇൻ്റലക്ച്വൽ ഔട്ട്പുട്ട്സ് ഓഫ് മില്യൺസ് ഓഫ് പീപ്പിൾ ആണ് അല്ലേ. ഒരു ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, ക്രിയേറ്റീവ് ആയിട്ടുള്ളതും ഒരു ബൗദ്ധികമായിട്ടുള്ള ഒരു മില്യൺസ് ഓഫ് ആൾക്കാരുടെ ഒരു ഉള്ളടക്കത്തിൽ നിന്നാണ് ഇവരെ പരിശീലിപ്പിക്കപ്പെടുന്നത്. ഓക്കെ, AI പരിശീലിപ്പിക്കണമല്ലോ അല്ലേ. സോ it does not എന്താ പറയുക who were not compensated and did not consent. ഒരു പക്ഷേ നമ്മളൊക്കെ അനുമതി കൊടുത്തിട്ടായിരിക്കില്ല ഇത് ചെയ്തിട്ടുണ്ടാകുക. ഓക്കെ, അവർക്കൊന്നും പണവും നൽകിയിട്ടില്ല, അവരുടെ ഒന്നും അനുമതിയും എടുത്തിട്ടില്ല ഡെഫിനറ്റ്ലി. അപ്പം നമുക്ക് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി തെഫ്റ്റിന് ഇവിടെ അവകാശപ്പെടാൻ സാധിക്കുമോ? കാര്യം എന്താ വെച്ചാൽ ഈ AI മോഡൽസിനെ ട്രെയിൻ ചെയ്യുമ്പോൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, ഇൻ്റലക്ച്വൽ ഔട്ട്പുട്ട് മില്യൺസ് ഓഫ് ആൾക്കാരുടെ അനുമതി ഇല്ലാതെ അവരുടെ ഇൻ്റലക്ച്വൽ ഔട്ട്പുട്ട് എടുത്തിട്ടുണ്ടാകാം അല്ലേ. അപ്പോൾ അവിടെയും നടന്നിട്ടുള്ളത് എന്ത് തന്നെയാണ്? ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി തെഫ്റ്റ് തന്നെയാണ് അമേരിക്കൻ കമ്പനീസും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ചൈനീസ് കമ്പനീസിനെ ഈ ഒരു അക്വിസിഷൻ നടത്താനായിട്ട് അമേരിക്കയ്ക്ക് അവകാശമുണ്ടോ? തീർച്ചയായിട്ടും അവകാശം ഇല്ല എന്ന് തന്നെ പറയണം. ഓക്കെ, സോ ഈ മോഡലിനോട് ലക്ഷക്കണക്കിന് ചോദ്യങ്ങൾ ചോദിക്കുക അല്ലെ. മില്യൺസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് ലേണിംഗ് ഫ്രം ഇറ്റ്സ് ആൻസേഴ്സ് എന്ന് പറയുന്ന അവരുടെ ആൻസേഴ്സിൽ നിന്ന് പഠിക്കുന്നത് അനുമതിയില്ലാതെ എന്താ പറയുക കോടിക്കണക്കിന് വെബ് പേജുകൾ ഉപയോഗിച്ച് ഇതിനെ പരിശീലിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ചൂഷണം ചെയ്യുന്നതാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ എന്ന് തന്നെയാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത് അല്ലേ. സോ ഇവർ മില്യൺസ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിൽ നിന്ന് കിട്ടുന്ന ആൻസർ അവരെന്ത് ചെയ്യും? എക്സ്ട്രാക്ട് ട്രെയിനിങ്ങിനായിട്ട് ഉപയോഗിക്കും. ഇത് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് വെബ് പേജസിൽ നിന്നാണ് ഇവർ എടുത്തേക്കുന്നത്. പീപ്പിൾ അവരുടെ എഴുതിയേക്കുന്ന ആൾക്കാരുടെ കൺസെൻറ്റ് ഇല്ലാതെ തന്നെയാണ് അവരും ഇത് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടുത്തെ അപ്പോൾ കമ്പനീസിൻ്റെ ഈ മോഡൽസ് വെർ ഡിസ്റ്റിൽഡ് ആർ റൈറ്റ്സ് ടു ക്ലെയിം ദാറ്റ് ദെയർ ടേംസ് ഓഫ് സർവീസസ് ഹാസ് ബീൻ വയലേറ്റഡ് ബൈ ദോസ് ഡിസ്റ്റിലിംഗ് മോഡൽസ്. അപ്പോൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന അവകാശവാദം ഇവിടെ ഉന്നയിക്കാൻ പറ്റില്ല. പക്ഷെ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം, അവരുടെ റൈറ്റ് ടു ക്ലെയിം എന്താണ്? അവരുടെ ടേംസ് ഓഫ് സർവീസസ് വയലേറ്റ് ചെയ്തു എന്നത് മാത്രമാണ് ഇവിടെ അവർക്ക് അവകാശം പറയാൻ സാധിക്കുക. ഓക്കെ, സോ ഡിസ്റ്റിലിംഗ് ദെയർ മോഡൽസ് ആൻഡ് ക്യാൻ പെർസ്യൂ മെഷേഴ്സ് പെർസ്യൂ ചെയ്യാനായിട്ട് സാധിക്കും and can pursue measures to block such actors. ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ എന്തെങ്കിലും ഒരു കൃത്യമായിട്ടുള്ളൊരു മോഡൽസ് അവരുടെ മെഷേഴ്സ് എടുക്കാനായിട്ട് മാത്രമേ അവരെ കൊണ്ട് സാധിക്കുകയുള്ളൂ. അതായത് എന്താ പറയുക, യെസ്, they also argue for coordinated response across the AI industry, cloud providers and policy makers
This move further entrenches the market power of a handful of companies. സോ ഇവിടെ എന്താണ് പറയുന്നത്, ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യുക. എൻട്രൻച്ചസ് എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക. മാർക്കറ്റ് പവർ ഓഫ് എ ഫ്യൂ കമ്പനീസ്, മാർക്കറ്റ് പവർ ഓഫ് ഫ്യൂ കമ്പനീസ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടും എന്നല്ലാതെ പ്രത്യേകിച്ച് ലാഭകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കാൻ സാധ്യതയില്ല. അപ്പോൾ അവസാനമായിട്ട് അദ്ദേഹം പറയുന്നത് ശരിക്കും എന്താണ് ആവശ്യം എന്നുള്ളതാണ്. ഓക്കെ, സോ ആസ് സ്കെയറി ആസ് ഇറ്റ്, കേൾക്കുമ്പോൾ നമുക്ക് ഭീതി തോന്നുന്നതാണ് എങ്കിലും it seems inevitable that armed forces worldwide will integrate generative AI into military system. ലോകത്തിലെ സൈന്യങ്ങളെല്ലാം തന്നെ ഈ ജനറേറ്റീവ് AI സാങ്കേതികവിദ്യ അവരുടെ ആ സംവിധാനങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക തന്നെ ചെയ്യും അല്ലേ. എത്രമാത്രം ഭീതികരമാണ് എന്ന് നമ്മൾ വിചാരിച്ചാലും അത് അങ്ങനെ തന്നെ ചെയ്യും അല്ലേ. ഈ ആന്ത്രോപിക് എപ്പിസോഡ് എന്ന് പറയുന്നത്, ആന്ത്രോപിക്കിൻ്റെ സംഭവം കണക്കാക്കുന്നത് എന്താണ്, കമ്പനികൾ നിശ്ചയിക്കുന്ന സുരക്ഷാ നിയന്ത്രണങ്ങൾ മാത്രം മതിയാവില്ല അല്ലേ. അവിടെ കൃത്യമായിട്ട് എന്ത് വേണം, സർക്കാരിന് ഇവിടെ ഒരു കമ്പനി വേണമെങ്കിൽ കമ്പനി ക്യാൻ ബി ഓവർ റിഡൻ, റീപ്ലേസ്ഡ് ഓർ പ്രഷറൈസ്ഡ് ഇൻ ടു കംപ്ലയൻസ് അല്ലേ. അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഗവേണൻസ് അല്ലേ. ഒരു കമ്പനി സർക്കാരുകൾക്ക് കീഴടങ്ങാൻ സമ്മർദ്ദം നേരിടാം, അല്ലെങ്കിൽ മറ്റൊരു കമ്പനി അതിന് പകരം വെക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുകൊണ്ട് ആവശ്യമായിട്ട് ഉള്ളത് രാജ്യങ്ങൾ തമ്മിലുള്ള പ്ലൂറിലാറ്ററൽ, അതായത് മൾട്ടിലാറ്ററൽ, അതായത് ഒരു ട്രേഡ് എഗ്രിമെൻറ്റ് പാക്ട് ബിറ്റ്വീൻ 2 or more countries. Okay, so commitment by states to responsible use അല്ലേ. അതായത് റെസ്പോൺസിബിൾ യൂസിന് വേണ്ടിയിട്ട് പരസ്പരം കരാറുകൾ വയ്ക്കുക എന്നത് തന്നെയാണ് ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കുക. ജീവഹാനി വരുത്തുന്ന തീരുമാനങ്ങൾ, ലീത്തൽ ഡിസിഷൻസ് അല്ലേ, ജീവഹാനി വരുത്തുന്ന തീരുമാനങ്ങളിൽ നിന്ന് നിയന്ത്രിക്കുക. അത് ഹ്യൂമൻ കൺട്രോൾ, മീനിങ് ഹ്യൂമൻ കൺട്രോളിനെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ മാസ് സിവിലിയൻ സർവൈലൻസ് അല്ലേ, പ്രൊഹിബിഷൻ നടത്തുക, പൗരന്മാരെ വ്യാപകമായി നിരീക്ഷിക്കുന്നത് നിരോധിക്കുക. അതുപോലെ AI സാങ്കേതിക സംവിധാനങ്ങൾ ഓഡിറ്റബിൾ ടെക്നിക്കൽ സ്റ്റാൻഡേർഡ്സിൻ്റെ പരിധിയിൽ കൊണ്ടുവരിക. ഇത്തരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റ്സ് അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ ഇത് യൂണിവേഴ്സലി ഇഫക്റ്റീവ് ആക്കാൻ മാത്രം സാധിക്കുള്ളൂ, ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് പറഞ്ഞു വെക്കുന്നത്. സോ ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇതിൽ? അതായത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിങ്ങൾക്കറിയാം അതിൻ്റെ ഉപയോഗം എന്തുമാത്രമാണ് നമ്മുടെ നാട്ടിൽ കൂടി വരുന്നതെന്ന് അല്ലേ. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉപയോഗം കൂടി വരുന്ന സാഹചര്യത്തിൽ അത് മിലിറ്ററിയിലേക്ക് യൂസ് ചെയ്യുമ്പോഴും നമ്മളുടെ സ്വന്തമായിട്ടുള്ള എന്താ പറയുക, രാജ്യസുരക്ഷ എന്ന് പറഞ്ഞ് ഇപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കുമല്ലേ, എത്രമാത്രം അമേരിക്കൻ സാറ്റലൈറ്റ്സ് ആയിരിക്കും നമ്മുടെ ഡെയിലി ചോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഒബ്സർവ് ചെയ്ത് പോകുന്നത് അല്ലേ. അമേരിക്കൻ ദേ ആർ വെരി പെർട്ടിക്കുലർ അബൌട്ട് ഇറ്റ്. ലോകം മുഴുവൻ അവർക്ക് സർവൈലൻസ് ഉണ്ട് എന്ന് പറയുന്നത് ഒരു പരിധിവരെ ശരി തന്നെയാണ്. അപ്പം നമ്മളുടെ ഞാൻ ഒരു ഇൻഫർമേറ്റീവ് സ്പീച്ച് കുട്ടികളെ പഠിപ്പിച്ച സമയത്ത് നമുക്ക് പലതരത്തിലുള്ള സ്പീച്ചസ് ഉണ്ടല്ലോ. അതിൽ ഇൻഫർമേറ്റീവ് സ്പീച്ച് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഓഫ് സ്പീച്ച് ഉണ്ട്. അത് നമ്മളീ പറയും ഓപ്പണിംഗ്, ഏത് സ്പീച്ച് ആണെങ്കിലും സംസാരിച്ച് തുടങ്ങുമ്പോൾ ഓപ്പണിംഗ് ഓഫ് ദ സ്പീച്ച് ഷുഡ് ബി വെരി ഇംപ്രസീവ്. ഓക്കെ, അതായത് ക്യാപ്ചറിങ് ദ ഓഡിയൻസ് അറ്റൻഷനാണ്, ഓഡിയൻസിനെ പിടിച്ചിരുത്താൻ മുതകുന്ന ഒന്നായിരിക്കണം ഓപ്പണിംഗ് ഓഫ് ദ സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളെ പഠിപ്പിച്ചപ്പം അതിനകത്തൊരു ഇൻഫർമേറ്റീവ് സ്പീച്ചിൻ്റെ സ്റ്റാർട്ടിങ് ഇങ്ങനെയായിരുന്നു കേട്ടോ. യു ആർ അറ്റ് റിസ്ക്, യു ആർ അറ്റ് ഗ്രേറ്റ് റിസ്ക്. It is not because of any widespread disease, it is not because of any climate change, but you are at risk in your own home. അതായത് അവർ പറയുന്നത് യു ആർ അറ്റ് റിസ്ക് ബിക്കോസ് ഓഫ് യുവർ എന്താ പറയുക, ബിക്കോസ് ഓഫ് യുവർ കമ്പ്യൂട്ടർ, ബിക്കോസ് ഓഫ് യുവർ മൊബൈൽ ഫോൺ അല്ലേ. സീരിയസ്ലി നമ്മുടെ എല്ലാവരുടെയും ജീവിതം റിസ്കിൽ തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഇപ്പം AI കൂടി വന്നതോടുകൂടി എൻ്റെ ചില സ്റ്റുഡൻസൊക്കെ പറയാൻ കേൾക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. മിസ്സേ, ഐ സ്റ്റാർട്ടഡ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ChatGPT, ഐ എം കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ജെമിനായി എന്ന് പറയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു വാക്വം ഉണ്ടല്ലോ, ലൈക്ക് ഓ മൈ ഗോഡ്, ദിസ് ഈസ് ഗോയിങ് ടു ബി സം സീരിയസ് ഡിസാസ്റ്റേഴ്സ് അല്ലേ. ഇത് ഒരുപാട് വലിയ, അതായത് വേറൊരാളെ, ഒരു മനുഷ്യനെ റീപ്ലേസ് ചെയ്ത ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കമ്പനി, ഫീൽ ദ കമ്പനി ഓഫ് ആൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് വേണ്ടി ഉപയോഗിക്കാതെ അത് നമ്മളെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുക. ഡോണ്ട് യു തിങ്ക് സോ? ഇല്ലേ? യെസ്. അപ്പോൾ ടോൺ ഓഫ് ദ എഡിറ്റോറിയൽ നിങ്ങൾക്ക് എഴുതി പോവാം. എന്തെല്ലാം ടോണാണ്? ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ അല്ലേ? അതെ, യെസ്.
സോ എന്തെല്ലാം ടോണാണ് നിങ്ങൾക്ക് തോന്നിയത്? ഞാനിവിടെ രണ്ട് കാര്യങ്ങളുണ്ട്, അനലിറ്റിക്കലും കൊടുത്തിട്ടുണ്ട്, ക്രിട്ടിക്കലും ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലായ എന്തെങ്കിലും ഒന്നോ രണ്ടോ ടോൺസ് കൂടെ നിങ്ങൾക്ക് ഇത് എഴുതി പോവാം. ഓക്കെ, സോ ഓക്കെ, സോ റൈറ്റർ ഇവിടെ എക്സാമിൻ ചെയ്യുന്നത് ഇഷ്യൂ ഓഫ് AI ആണ്. അതുപോലെ ഡിസ്റ്റിലേഷൻ, നാഷണൽ സെക്യൂരിറ്റി, ലോജിക്കലി ബൈ പ്രസൻറ്റിങ് ഫാക്ട്സ് അല്ലേ, നാഷണൽ സെക്യൂരിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്, ഫാക്ട്സ്, എക്സാമ്പിൾ, ആർഗ്യുമെൻറ്റ്സ്, സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ ആയിരുന്നു, കറക്റ്റ് ആണ് ആദർശ്. US കമ്പനീസ്, ചൈനീസ് ലാബ്സ്, അതുപോലെ മിലിറ്ററി യൂസ് ഓഫ് AI, ഈ മൂന്ന് കാര്യങ്ങളും കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് അനലിറ്റിക്കൽ. രണ്ടാമത്തെ പോയിന്റ് ഏതാണ്? ക്രിട്ടിക്കൽ ആണ് എന്ന് പറയുന്നുണ്ട്. അതായത് എഡിറ്റോറിയൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്തിനെയാണ്? കമ്പനീസ്, ആന്ത്രോപിക്, അതുപോലെ അവരുടെ ഇഫക്റ്റീവ്നെസ് ഓഫ് റെസ്ട്രിക്ഷൻസ് അല്ലേ imposed by the US, arguing that these controls may actually strengthen the market power of a few companies. അപ്പോൾ ചില കമ്പനീസിനെ കൺസേൺഡ് ആണ്, അബ്സല്യൂട്ട്ലി റൈറ്റ് ആണ്, കൺസേൺഡ് ആണ്. ചില രാജ്യങ്ങളുടെ ചില കമ്പനീസിൻ്റെ ഒരു ആധിപത്യത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ മാത്രമേ റെസ്ട്രിക്ഷൻസിന് സാധിക്കുകയുള്ളൂ എന്ന കാര്യം പറയുന്നുണ്ട്. ഓക്കെ, കൺസേൺഡ് അല്ലെങ്കിൽ കോഷണറി, കറക്റ്റ് ആണ് കേട്ടോ, കൺസേൺഡ് അല്ലെങ്കിൽ കോഷണറി ആണ്. അദ്ദേഹം പറയുന്നത് എന്താണ്? അവർ കോർപ്പറേറ്റ് ഗാർഡ് റെയിൽസ് ഇൻസഫിഷ്യൻ്റ് ആണ് എന്നും, അതുപോലെ ഇൻറ്റഗ്രേഷൻ ഇൻറ്റു മിലിറ്ററി സർവീസിലേക്കുള്ള AI ഇൻറ്റഗ്രേഷനും സീരിയസ് ഗ്ലോബൽ കോൺസിക്വൻസസ് വരുത്തി വയ്ക്കും എന്ന് പറയുന്നുണ്ട്. പോളിസി ഓറിയൻറ്റഡ് ആണ്. ഓക്കെ, ആദർശിൻ്റെ പോയിന്റ് ഞാനിവിടെ കൊടുത്തിട്ടില്ല, പക്ഷേ അത് ആബ്സല്യൂട്ട്ലി റൈറ്റ് ആണ്. സയൻറ്റിഫിക്കും കുറച്ചുകൂടി ടെക്നോളജി കാര്യങ്ങളും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഇവിടെ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. പോളിസി ഓറിയൻറ്റഡും ആണ്, റിഫോമിസ്റ്റും ആണ്. ഒട്ടും ഒപ്റ്റമിസ്റ്റിക് അല്ലാത്തൊരു ആർട്ടിക്കിളാണ്, ലൈക്ക് എന്നാൽ പെസിമിസ്റ്റിക് ടോണും ഇല്ല, ഒരു ന്യൂട്രൽ ടോണിലുള്ള ഒരു ആർട്ടിക്കിളാണ്. ഓക്കെ, പോളിസി ഓറിയൻറ്റഡ് ആൻഡ് റിഫോമിസ്റ്റ് എന്ന് പറഞ്ഞാൽ എഡിറ്റോറിയൽ ഇവിടെ പ്രപ്പോസ് ചെയ്യുന്ന സൊല്യൂഷൻസ് അല്ലേ, സജസ്റ്റിംഗ് ദാറ്റ് കൺട്രീസ് എന്ത് കാര്യങ്ങൾ ചെയ്യണം, ഒരു ഇൻ്റർനാഷണൽ കമ്മിറ്റ്മെൻറ്റ്സും ഗവൺമെൻറ് ഫ്രെയിം വർക്ക്സും കൊണ്ടുവരണം. സോ ഹീ ഈസ് ഗിവിങ് എ പോളിസി ഓറിയൻറ്റഡ് അല്ലേ, അദ്ദേഹം പോളിസിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ഒരു റിഫോമിസ്റ്റ് ആയിട്ടുള്ള രീതിയിലും പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് കറക്റ്റ്. അവസാനത്തെ 3-4 പോയിന്റുകൾ അല്ലെ, ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ കൊണ്ടുവരിക, അതുപോലെ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് സർവേലൻസ് എത്തിക്കാതിരിക്കുക, മാസ് സർവേലൻസ് അവസാനിപ്പിക്കുക, അതുപോലെ ഓഡിറ്റബിൾ ടെക്നിക്കൽ സ്റ്റാൻഡേർഡ്സ് വെച്ച് AI ഓഡിറ്റ് നടത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പരിധിവരെങ്കിലും ഇതിൻ്റെ ഒരു അതിപ്രസരം അഡ്വൈസറി ആണ്, കറക്റ്റ് ആണ്. ഓക്കെ, അഡ്വൈസറി ആണ്, അതുകൊണ്ടാണ് പോളിസി ഓറിയൻറ്റഡും റിഫോമിസ്റ്റും ആയത്, കറക്റ്റ് ആണ് കേട്ടോ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾക്കിന്ന് മെൻഷൻ ചെയ്ത് പോയേക്കുന്നത്, ഇന്നത്തെ എഡിറ്റോറിയൽ മെൻഷൻ ചെയ്ത് പോയേക്കുന്നത്. ഇന്നത്തെ കാര്യം തന്നെയാണ് ഇന്നും പറയാനുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റിപ്പീറ്റഡ്ലി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്, ബാങ്കിൻ്റെ ഗോൾഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ബേസിക് മുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സിൻ്റെ വരെ ഡിസ്കഷൻസും ക്ലാസ്സസും ലൈവ് സെഷൻസ് ആൻഡ് റെക്കോർഡഡ് സെഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ, phase 1 ആൻഡ് phase 2 കവറേജ്, പ്രാക്ടീസ് ഇവാലുവേഷൻ, മെൻറ്റർഷിപ്പ് ആൻഡ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് എല്ലാം നിങ്ങളുടെ പെർഫോമൻസിന് എന്താ പറയുക സ്കെയിൽ ചെയ്ത് അതിന് ഇമ്പ്രൂവ്മെൻറ്റിനുള്ള സ്കോപ്സും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ഇപ്പം തന്നെ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ, രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ദേ വിൽ റീച്ച് ഔട്ട് ടു യു. അതല്ല, നിങ്ങൾക്ക് ബാങ്ക് കോച്ചിങ്ങിൻ്റെ ആയിട്ട് റിലേറ്റ് ചെയ്ത ഓൺലൈൻ ക്ലാസ്സസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ആൻഡ് ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ 7736122215 എന്ന എൻട്രിയുടെ ബാങ്കിങ്ങിൻ്റെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള നിങ്ങളുടെ ഡൗട്ട്സിനും ക്ലാരിഫിക്കേഷൻസ് തരും. ഓക്കെ, യെസ്. സോ കമ്മിങ് ബാക്ക് ടു അവർ ക്ലാസ്, ഇംപ്ലിക്കേഷൻസ് എന്താണ്? ഇംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെങ്കിലും ഒരു കോൺസിക്വൻസസ് എന്ന് നമ്മൾ പറയും അല്ലേ, അതായത് പോസിബിൾ ഇഫക്ട്സ് ഓർ കോൺസിക്വൻസസ് ഓഫ് സംതിങ്, ഇസ്ൻ്റ് ഇറ്റ്? അതിനെയാണ് നമ്മൾ ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, കോസസ് എന്നുള്ളതാണ്. കോൺസിക്വൻസസ് എന്ന് പറഞ്ഞാൽ പരിണിത ഫലങ്ങളും, കോസസ് റീസൺസുമാണ്. ഓക്കെ, ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത് ഇവിടെ പ്രോസസ് ഓഫ് ലേണിംഗ് ഫ്രം ദ ഔട്ട്പുട്ട്സ് ഓഫ് എ സ്ട്രോങ്ങർ AI മോഡൽ ടു ട്രെയിൻ അനദർ മോഡൽ അല്ലേ. അതായത് നമ്മൾ ഇതിനകത്ത് നമ്മൾ ഒരു വേർഡ് യൂസ് ചെയ്തല്ലോ, എക്സ്ട്രാക്ഷൻ എന്നുള്ളതാണ്. അതായത് ഒരു AI മോഡലിൽ നിന്ന് അവരുടെ സാധനങ്ങൾ ചോർത്തിയെടുത്ത് അടുത്ത AI മോഡലിലേക്ക് കൊണ്ടുവരിക, ആ പ്രോസസ്സിനാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുക. മറ്റത് ഡൈല്യൂഷനാണ്. ഒന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, കരിമ്പിൽ നിന്ന് കരിമ്പിൻ ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്തെടുത്തു
അല്ലേ? ആ കരിമീൻ ജ്യൂസ് ഭയങ്കര സ്ട്രോങ് ആയത് കാരണം നമ്മളത് ഇത്തിരി വെള്ളത്തിലിട്ട് ഡൈല്യൂട്ട് ചെയ്തെടുത്തു. കൃത്യമായിട്ട് മനസ്സിലായാലും എന്താണ് വ്യത്യാസം എന്ന്, അല്ലേ? ഡിസെപ്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസെപ്റ്റീവ് എന്ന് പറഞ്ഞാൽ ചീറ്റ് ചെയ്യുക, മിസ്ലീഡിങ് അല്ലെങ്കിൽ ഡിസോണസ്റ്റ് എന്ന് നമുക്ക് പറയാം. ഡിസോണസ്റ്റ് ആണ്, ചീറ്റ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ഉണ്ട് കേട്ടോ. യെസ്, ഓക്കെ. ഒരാളെ ട്രിക്ക് ചെയ്ത് ചതിയിലൂടെ മുന്നോട്ടേക്ക് പോവാം. മിസ്ലീഡിങ്, ഡിസോണസ്റ്റ്, ചീറ്റ്, ഇതൊക്കെ അതിൻ്റെ സിനണിംസ് ആണ്. ആൻറ്റണിം ഇസ് ഓണസ്റ്റ്. വയലേഷൻ എന്ന് പറഞ്ഞാൽ ബ്രീച്ച് ചെയ്യുക, അല്ലേ? ഒരു ലോ, നിയമം അല്ലെങ്കിൽ ഒരു എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ഒരു റൂളിനെ വയലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബ്രീച്ച് ചെയ്യുക, ബ്രേക്ക് ചെയ്യുക. കംപ്ലയൻസ് എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ഒത്തുപോവുക. പ്രൊലിഫറേഷൻ, എന്തിൻ്റെയെങ്കിലും സ്പീഡ് ഇൻക്രീസ് ചെയ്യുക, റാപ്പിഡ് ഇൻക്രീസ് ഓർ സ്പ്രെഡ് ഓഫ് സംതിങ്. എക്സ്പാൻഷൻ എന്ന് നമ്മൾ പറയും. പ്രൊലിഫറേഷൻ, എക്സ്പാൻഷൻ. മറ്റത് റിഡക്ഷൻ. ഓക്കെ. ഫ്രണ്ടിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏറ്റവും മോസ്റ്റ് അഡ്വാൻസ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് ഇൻ എ ഫീൽഡ്. ഒരു ഫീൽഡിലുള്ള ഏറ്റവും അഡ്വാൻസ് സ്റ്റേജ്. കട്ടിങ് എഡ്ജ്, നിങ്ങൾ കേട്ടിട്ടുണ്ട്, കട്ടിങ് എഡ്ജ് ടെക്നോളജി, അല്ലേ? യെസ്. ഔട്ട്ഡേറ്റഡ് എന്നുള്ളതാണ് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരിക. ഗാർഡ് റെയിൽസ്. ഗാർഡ് റെയിൽസ് എന്ന് പറഞ്ഞാൽ സേഫ്റ്റി ലിമിറ്റ്സ് എന്നുള്ളൊരു മീനിങ് ആണ്. നമ്മുടെ സേഫ് ഗാർഡ്സ്, അതിൻ്റെ ഓപ്പോസിറ്റ് വരിക ഫ്രീഡം എന്നുള്ളൊരു മീനിങ് ആണ് വരിക. പെർമിസീവ്, എന്തെങ്കിലും ഒരു കാര്യം അലൗ ചെയ്യുക വിത്ത് ഫ്യൂ റെസ്ട്രിക്ഷൻസ്. കുറച്ച് റെസ്ട്രിക്ഷൻസ് വെച്ചുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കാര്യത്തെ അലൗ ചെയ്യുന്നതിനെ നമ്മൾ പെർമിസീവ് എന്ന് പറയും. എന്നാൽ മറ്റത് ലീനിയൻ്റ് ആകുക. ലീനിയൻ്റ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ കുറച്ചൊന്ന് അയവ് വരുത്തുക എന്നുള്ള മീനിങ് ആണ് ലീനിയൻസിക്ക്. മറ്റതിൻ്റെ ഓപ്പോസിറ്റ് വരിക സ്ട്രിക്റ്റ് ആണ്. സർക്കംവെൻറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യമായിട്ട് അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ ബൈപ്പാസ് ക്ലെവർലി, അല്ലെ? ക്ലെവർ ആയിട്ട് എന്ത് ചെയ്യുക? അവോയ്ഡ് ചെയ്യുക ഓർ bypassed. Evaded or followed are its evaded are its synonym, followed are its opposite. Followed is its opposite. Diffusion എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്പ്രെഡിങ് ഓഫ് സംതിങ് വൈഡ്ലി, എന്തെങ്കിലും ഒരു കാര്യം വൈഡായിട്ട് സ്പ്രെഡ് ചെയ്യുക. ഡിസെമിനേഷൻ ഇസ് ഇറ്റ്സ് സിനോണിം. കോൺസെൻട്രേഷൻ ആണ് അതിൻ്റെ ഓപ്പോസിറ്റ്. എൻട്രെഞ്ചസ്. എൻട്രെഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എന്തെങ്കിലും ഒരു കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ റീഇൻഫോഴ്സ് ചെയ്യുക എന്ന് പറയില്ലേ, ഊന്നി പറയുക എന്നൊക്കെ നമ്മൾ പറയും, അല്ലേ? സ്ട്രോങ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ആൻഡ് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു ചേഞ്ച്. എന്തെങ്കിലും കാര്യത്തിന് വ്യത്യാസം വരുത്താനായിട്ട് വളരെ ഡിഫിക്കൽട്ടാണ് താനും. ആൻഡ് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു ചേഞ്ച് ഓൾസോ. റീഇൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതാണ് മീനിങ്. മറ്റത് വീക്കെൻഡ് ചെയ്യുക. ഓക്കെ. കൊളാട്രൽ. കൊളാട്രൽ ഡാമേജ്, രണ്ട് സൈഡിൽ നിന്നുമുള്ള, അല്ലേ? ഇൻഡയറക്റ്റ്, സെക്കൻഡറി ഓർ ഇൻഡയറക്റ്റ് എന്നുള്ളൊരു മീനിങ് ആണ് കൊളാട്രലിൻ്റെ മീനിങ് വരിക. ഓപ്പോസിറ്റ് വരുന്നത് ഡയറക്റ്റ് ആണ്. എക്സ്ട്രാക്റ്റീവ്. എക്സ്ട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്നും അൺഫെയർ ആയിട്ട് റിസോഴ്സസ് എടുക്കുന്നതിന് നമ്മൾ എക്സ്ട്രാക്റ്റീവ് എന്ന് പറയും. ഓക്കെ. എക്സ്പ്ലോറേറ്റീവ് ഇസ് സിനോണിം. സപ്പോർട്ടീവ് ഇസ് ഓപ്പോസിറ്റ്. ഇന്നെവിറ്റബിൾ. ഇന്നെവിറ്റബിൾ എന്ന് പറഞ്ഞാൽ അത്യന്താപേക്ഷിതം, അല്ലേ? സർട്ടൻ ടു ഹാപ്പൻ ആണ്. അൺഅവോയ്ഡബിൾ. അൺഅവോയ്ഡബിൾ സിനോണിം ആണ്. അവോയ്ഡബിൾ ഇസ് ഇറ്റ്സ് ഓപ്പോസിറ്റ്. പ്ലൂറിലാറ്ററൽ. പ്ലൂറിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിലാറ്ററൽ ആണ്, അല്ലേ? പല രാജ്യങ്ങളും ഇൻവോൾവ്, മോർ ദാൻ 2 countries ഇൻവോൾവ് ആയിട്ടുള്ളതിനെയാണ്, അല്ല 2 countries ഇൻവോൾവ് ആയിട്ടുള്ളതിനെ എന്താ പേര് പറയുക? ആൻസർ ഇറ്റ് ഇൻ ചാറ്റ് ബോക്സ്. 2 countries ഇൻവോൾവ് ആയിട്ടുള്ള എന്താ പറയുക, ആ ഒരു 2 countries ഇൻവോൾവ് ആയിട്ടുള്ള എഗ്രിമെൻസിനെ നമ്മൾ എന്ത് പറയും? ഓക്കെ. ചാറ്റ് ബോക്സിൽ മെസ്സേജ് അയക്കണം. എല്ലാ ദിവസവും പറഞ്ഞ് ആ വേർഡ് നിങ്ങൾക്ക് ക്ലിയർ ആണ്, അതുകൊണ്ടാണ്. സോ മൾട്ടിലാറ്ററൽ മീൻസ് പല രാജ്യങ്ങളുമായിട്ടുള്ള എഗ്രിമെൻറ്റ്. യൂണിലാറ്ററൽ ഇസ് 1. ഓക്കെ. യെസ്. ഓഡിറ്റബിൾ എന്ന് പറഞ്ഞാൽ ഏബിൾ ടു ബി എക്സാമിൻഡ് ഓർ ഒഫീഷ്യലി ചെക്ഡ്. യെസ്, കറക്റ്റ് ആണ് ആദർശ്, വെരി ഗുഡ്. ബൈലാറ്ററൽ ട്രീറ്റീസ്, എഗ്രിമെൻറ്റ്സ്, അല്ലേ? ഏബിൾ ടു ബി എക്സാമിൻഡ് ഓർ ഒഫീഷ്യലി ചെക്ഡ് ഇസ് കോൾഡ് ആസ് ഓഡിറ്റബിൾ. ഓഡിറ്റബിൾ എന്നുള്ള മീനിങ് അതാണ്. വെരിഫയബിളും സിനോണിമും ഓപ്പോസിറ്റ് വരുന്നത് അൺവെരിഫയബിൾ. ഓക്കെ. ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. കുറച്ച് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ടെക്നോക്രസി റിപ്പീറ്റഡ് ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ, പക്ഷെ ഇവിടെ ഇങ്ങനത്തെ വേർഡ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ ഈ ടേംസ് ഡയറക്ട്ലി യൂസ്ഡ് അല്ല എങ്കിൽ പോലും ആ രീതിയിൽ വരുന്നതിനെ ഞാൻ ഇപ്പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഗവൺമെന്റ് ഓർ കൺട്രോൾ ബൈ ടെക്നിക്കൽ എക്സ്പെർട്സ്. ടെക്നിക്കൽ എക്സ്പെർട്സ് കൺട്രോൾ ചെയ്യുന്നതിനെ ടെക്നോക്രസി എന്ന് പറയും, ഓർത്തിരിക്കണം കേട്ടോ. ഡോമിനൻസ് ഓർ ലീഡർഷിപ്പ് ഓഫ് വൺ കൺട്രി ഓർ ഗ്രൂപ്പ് ഓവർ അതേഴ്സ്. ഇപ്പം അമേരിക്കയുടെ ലീഡർഷിപ്പ് ഓവർ അതേഴ്സിന് നമ്മൾ ഹെജിമോണി എന്ന് പറയും. ഓക്കെ. ദ പ്രാക്ടീസ് ഓഫ് സ്പൈയിങ് ടു ഒബ്റ്റെയിൻ സീക്രട്ട് ഇൻഫർമേഷൻ, അത് നിങ്ങളോട് പറഞ്ഞേ, അല്ലേ? അതിന് നമുക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ വേർഡ് ഉണ്ട്, എസ്പിയോണേജ്. ഓക്കെ. എസ്പിയോണേജ് മീൻസ് ഇറ്റ്സ് എ പ്രാക്ടീസ് ഓഫ് സ്പൈയിങ് ഓർ ടു ഒബ്റ്റെയിൻ സീക്രട്ട് ഇൻഫർമേഷൻ, രഹസ്യാന്വേഷണം. യെസ്. ഡൗട്ട്,
ഏതാണ് ഡൗട്ട് പറഞ്ഞത്? ചന്ദന, ചന്ദ്രയ്ക്ക് ഡൗട്ട് ഉണ്ടെന്നാണോ പറഞ്ഞത്, അതോ വേറെ എന്തെങ്കിലും കാര്യമാണോ ഉദ്ദേശിച്ചത്? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണോ കേട്ടോ. ഐ വിൽ ബി ഏബിൾ ടു എക്സ്പ്ലെയിൻ ഇറ്റ് ടു യു. ഓക്കെ. മിലിറ്ററൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മിലിറ്ററി യൂസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രോസസ്സിനെ പ്രിപ്പയർ ചെയ്യിക്കുന്നതിന് മിലിറ്ററൈസേഷൻ, ദ പ്രോസസ് ഓഫ് പ്രിപ്പയറിങ് സംതിങ് ഫോർ മിലിറ്ററി യൂസ്. മോണോപ്പൊളി എന്താണ്? ഏകാധിപത്യം എന്ന് പറയുന്ന പോലെ തന്നെയാണ് അല്ലെ. ഒരു എക്സ്ക്ലൂസീവ് കൺട്രോൾ ഓഫ് മാർക്കറ്റ്, ഒരാൾക്ക് മാത്രം മാർക്കറ്റിനെ കൺട്രോൾ ഉള്ളതിനെ മോണോപ്പൊളി എന്ന് പറയും അല്ലെ. നമ്മൾ പറയില്ലേ, ഒരു സ്ഥലത്ത് ഒരു തുണിക്കട മാത്രമാണ് ഒരു കാലത്ത് ഉണ്ടായിരുന്നത്. അവർ ഭയങ്കര മൊണോപ്പൊളി ആയിരുന്നു ആ സ്ഥലത്ത് അല്ലേ. അതിനുശേഷം ഒരുപാട് കടകൾ വന്നപ്പോൾ ആ കടയുടെ എന്താ പറയുക, ഒരു പ്രൗഢി അത് താഴേക്ക് ഇടിഞ്ഞു എന്ന് നമ്മൾ പറയും. ദാറ്റ് ഈസ് കോൾഡ് മൊണോപ്പൊളി അല്ലേ. അവർ മാത്രമാണ് ഉണ്ടായിരുന്നത് അവിടെ എന്നുള്ളൊരു മീനിങ്. ഓവർസൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ സൂപ്പർവിഷൻ ഓർ മോണിറ്ററിങ് ഓഫ് ആക്ടിവിറ്റി ഈസ് കോൾഡ് ആസ് ഓവർസൈറ്റ്. ഡിറ്ററൻസിന്റെ മീനിങ് എന്താണ്? ആക്ട് ഓഫ് ഡിസ്കറേജിങ് ആൻ ആക്ഷൻ. ഒരു ആക്ഷനെ ഡിസ്കറേജ് ചെയ്യുന്നതിനെയാണ് ഡിറ്ററൻസ് എന്ന് പറയുന്നത്. എന്ത് വഴി? ത്രെറ്റ് വഴി, ഭീഷണി വഴി, അല്ലെങ്കിൽ ഭയം, ഒരു കോൺസിക്വൻസസിനെ ഓർത്തുള്ള ഭയം വഴി ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കറേജ് ചെയ്യുക. ഓക്കെ. ഓൺഡ് ബൈ ആൻഡ് കൺട്രോൾ ബൈ പെർട്ടിക്കുലർ കമ്പനി. ഒരു കമ്പനി ഓൺ ചെയ്യുന്നത് അല്ലെ. പ്രൊപ്രേറ്ററി, നമ്മൾ പ്രൊപ്രേറ്റർ, പഴയ എന്താ പറയുക, സിനിമ കൊട്ടകയുടെ പ്രൊപ്രേറ്റർ ആണ്. പഴയ മൂവീസിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഒരു 80-90 കാലഘട്ടങ്ങളിലുള്ള, 80കളാണ് മോസ്റ്റ്ലി, കുറച്ചുകൂടെ പഴയ അല്ലെ, സിനിമ കൊട്ടകയുടെ പ്രൊപ്രേറ്റർ ആൻഡ് ബിസിനസ് കം എന്നൊക്കെ, ഓണർ കം പ്രൊപ്പറേറ്റർ കം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇസ്ന്റ് ഇറ്റ്? അത് തമാശ രൂപേണ ആണെങ്കിലും ആ വേർഡ് അത് തന്നെയാണ് മീൻ ചെയ്യുന്നത്. ഓൺ ആൻഡ് കൺട്രോൾ ബൈ എ പെർട്ടിക്കുലർ പേഴ്സൺ. ഓക്കെ. സർവേലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലോസ് ഒബ്സർവേഷൻ. സർവേലൻസ് ക്യാമറാസ് നിങ്ങൾക്ക് അറിയാം അല്ലേ. മോണിറ്ററിങ് ഓഫ് പീപ്പിൾ ഓർ ആക്ടിവിറ്റി, പീപ്പിൾ അല്ലെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റീസിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സർവേലൻസ് ഉപയോഗിക്കും. എക്സ്പ്ലോയിറ്റേഷൻ എന്താണ്? ഒരാളുടെ അൺഫെയർ യൂസ് ആണ്. എന്തോ റിസോഴ്സസ് അല്ലെങ്കിൽ ഒരാളെ ബെനിഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അൺഫെയർ യൂസ് ഓഫ് പീപ്പിൾ ഓർ റിസോഴ്സസിനെ നമ്മൾ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയും. കൺസോളിഡേഷൻ എന്താണ്? ആക്ട് ഓഫ് സ്ട്രെങ്തനിങ് ആൻഡ് കമ്പൈനിങ് പവർ ഓഫ് കൺട്രോൾ അല്ലെ. കൺട്രോള് ഒരു കൺസോളിഡേറ്റ് ചെയ്യുക. കൺസോളിഡേഷന് 2 മീനിങ് ഉണ്ട്. കമ്പൈൻ ചെയ്യാന്നുള്ളൊരു മീനിങ് ഉണ്ട്, സ്ട്രെങ്തൻ ചെയ്യാന്നുള്ളൊരു മീനിങ് ഉണ്ട്. ഓക്കെ. ഒബ്ലിഗേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ ടു ജസ്റ്റിഫൈ ആൻ ആക്ഷൻ. ഒരു ആക്ഷൻ ജസ്റ്റിഫൈ ചെയ്യുന്നതിന് അക്കൗണ്ടബിലിറ്റി. എല്ലാവരും എടുക്കേണ്ട ഒരു കാര്യമാണ് അക്കൗണ്ടബിലിറ്റി. നമ്മുടെ ഡീഡ്സിന് വി ഹാവ് ടു ബി അക്കൗണ്ടബിൾ അല്ലേ. ഫ്രേസൽ വെർബ്സും അതിൻ്റെ മീനിങ്സും കുറച്ച് കൊടുത്തിട്ടുണ്ട്. ആസ്ക് ഫോർ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ചെയ്യുക. യു നീഡ് ടു ആസ്ക് ഫോർ ദ പെർമിഷൻ, ഇസ്ന്റ് ഇറ്റ്? ട്രീറ്റ് ആസ്, കൺസിഡേർഡ് ആസ്. ഷീ വാസ് ട്രീറ്റഡ് ആസ് എ it is treated as a separate entity എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. Treat as means considered in a particular way. Used by, to be utilized by someone. It was used by my friend. Fast track ചെയ്യുക എന്ന് പറഞ്ഞാൽ make progress happen more quickly. Fast track ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഫാസ്റ്റ് ട്രാക്ക് ആയിട്ട് എനിക്ക് I need to get the letter in a fast track way, isn't it? Quickly കിട്ടുക എന്നുള്ളൊരു മീനിങ് ആണ്. Label as, the product has been labeled as highly toxic അല്ലേ. ക്ലാസിഫൈഡ് എന്നുള്ളൊരു മീനിങ് ആണ്, അല്ലെങ്കിൽ ഡിസ്ക്രൈബ്ഡ് എന്നുള്ളൊരു മീനിങ്ങും വരും. Carry out means to perform. So this the rites will be carried out by his son. അദ്ദേഹത്തിൻ്റെ മകൻ ആ കർമ്മങ്ങളൊക്കെ ചെയ്തോളൂ. ഓക്കെ. Equate with, to consider one thing to be same as others. This can be equated with the deeds of Russia. ഇത് റഷ്യ ചെയ്ത കാര്യവുമായിട്ട് ഇക്വേറ്റ് ചെയ്യാവുന്നതാണ്. സെയിം ആസ് റഷ്യ എന്നുള്ളൊരു മീനിങ് ആണ്. ലൈ ഓൺ, ടു ഡിപ്പെൻഡ് ഓൺ. യു ഷുഡ് നോട്ട് റിലൈ ഓൺ എന്നുള്ളത് ഇവിടെയും കറക്റ്റ് ആണ് കേട്ടോ. റിലൈ ഓൺ. ഓക്കെ. ഡിപ്പെൻഡ് ഓണിൻ്റെ വേറൊരു മീനിങ് ആണ് റിലൈ ഓൺ എന്ന് പറയുന്നത്. ഓൺ ബേസ് ഓഫ് സംതിങ്, എന്തിൻ്റെങ്കിലും കാര്യത്തിന് ബേസിസിൽ നമ്മൾ ഐ ഷുഡ് റിലൈ ഓൺ, ഐ ഷുഡ് ലൈ ഓൺ ഹിം എന്ന് പറഞ്ഞാൽ റിലൈ ഓൺ മീൻസ് ടു ഡിപ്പെൻഡ് ഓൺ ഹിം. ടു യൂസ് സംതിങ് ഫോർ എ പെർട്ടിക്കുലർ പർപ്പസ്, പുട്ട് ടു. ഓക്കെ. ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അപ്ലൈ ടു ബി റെലവെൻറ്റ് ഓർ ഹാവ് സം ഇഫക്റ്റ് ഓൺ സംതിങ് അല്ലേ.
this is applied to everything. This rule is applied to each and every student in the school. അല്ലേ, എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ് എന്നുള്ളൊരു മീനിങ്. ആർഗ്യൂ ഫോർ ടു സപ്പോർട്ട് ഓർ ഡിഫെൻഡ് ആൻ ഐഡിയ, ഒരു ഐഡിയയെ സപ്പോർട്ട് ചെയ്യുക. ലെറ്റ്സ് ആർഗ്യൂ ഫോർ ദിസ് തിങ് എന്ന് നമ്മൾ പറയാറുണ്ട്. ടു സപ്പോർട്ട് ഓർ ഡിഫെൻഡ് ആൻ ഐഡിയ. ബ്ലോക്ക് ഔട്ട് ടു പ്രിവെൻറ്റ് ഓർ സംതിങ് ഫ്രം ഹാപ്പനിങ്, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സംഭവിക്കുന്നതിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബ്ലോക്ക് ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇഡിയംസ് ആൻഡ് ഫ്രേസസ് കൊടുത്തിട്ടുണ്ട്, കുറച്ചേ ഉള്ളൂ എങ്കിലും കൊടുത്തിട്ടുണ്ട്. ഇൻ എ നട്ട്ഷെൽ, ഇൻ എ നട്ട്ഷെൽ, ഇത് ഇൻ എ നട്ട്ഷെൽ പറഞ്ഞാൽ എന്താണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ മാത്രം കുത്തക അവകാശമാക്കി മാറ്റാൻ പാടില്ല. അത് ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ ഉപയോഗിക്കുമ്പോൾ ഗവൺമെൻറ് ഹാസ് ഫുൾ അതോറിറ്റി ഓഫ് ഇറ്റ്. ദാറ്റ് ഈസ് ഇൻ എ നട്ട്ഷെൽ അല്ലേ. ഇൻ എ നട്ട്ഷെൽ എന്ന് പറഞ്ഞാൽ ഇൻ എ വെരി ബ്രീഫ് ആൻഡ് ക്ലിയർ വേ. ഇൻ ഷോർട്ടായിട്ട് നമ്മൾ ഇന്നത്തെ എഡിറ്റോറിയലിനെ പറയുന്നതിനെയാണ് ഇൻ എ നട്ട്ഷെൽ എന്ന് നമ്മൾ പറയുന്നത്. വെരി ബ്രീഫ് ആൻഡ് ക്ലിയർ വേ. ഇൻഡസ്ട്രിയൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ വളരെ ലാർജ് മാസീവ് ലെവലിൽ ചെയ്യുന്നതിനെയാണ് ഇൻഡസ്ട്രിയൽ സ്കെയിൽ എന്ന് പറയുന്നത്. റേസ് ടു ദ ബോട്ടം, അതായത് സിറ്റുവേഷൻ വെയർ പീപ്പിൾ ഓർ ഓർഗനൈസേഷൻസ് കോമ്പീറ്റ് ബൈ ലോവറിങ് സ്റ്റാൻഡേർഡ്സ് ഓർ റൂൾസ്. അവരെന്ത് ചെയ്യും? ആ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്യുക? കോമ്പീറ്റ് ചെയ്യുക. എന്ത് ചെയ്തുകൊണ്ട്? അവരുടെ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ റൂൾസ് കുറച്ചുകൊണ്ട്. കട്ടിംഗ് എഡ്ജ്, കട്ടിംഗ് എഡ്ജ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് അഡ്വാൻസ്ഡ് ഓർ ഹൈലി ഡെവലപ്ഡ് സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി. ഞങ്ങളുടെ ഒരു കമ്പനി ഉണ്ട്, കമ്പനിയുടെ പേര് ഗ്ലോയി സൊല്യൂഷൻസ് കട്ടിംഗ് എഡ്ജ് ടെക്നോളജീസ് എന്നുള്ളൊരു പേരാണ്. അപ്പോൾ കട്ടിംഗ് എഡ്ജ് സോ പേഴ്സണൽ അല്ലേ, എനിക്ക് പറയുമ്പോൾ എൻ്റെ കമ്പനിയെ കുറിച്ച് പറയുന്ന പോലെ തോന്നും. സോ കട്ടിംഗ് എഡ്ജ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മോർ അഡ്വാൻസ്ഡ് ആൻഡ് ഹൈലി ഡെവലപ്ഡ് സ്റ്റേറ്റ് ഓഫ് ടെക്നോളജിയാണ് കട്ടിംഗ് എഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, ഓൺ വീക്ക് ഫൗണ്ടേഷൻസ്, വീക്ക് ഫൗണ്ടേഷൻ ഇവിടെ ഞാൻ ഇടാൻ മറന്നുപോയി. സോ ഇത് നെക്സ്റ്റ് പോയിന്റ് ആണ്. ഓൺ വീക്ക് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ പുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺറിലയബിൾ ആയിട്ടുള്ള റീസണിങ് ഓർ എവിഡൻസിനെ ബേസ് ചെയ്തിട്ട് ഓൺ വീക്ക് ഫൗണ്ടേഷൻസ്, അതായത് ഒട്ടും റിലേ ചെയ്യാൻ, ഒട്ടും ഡിപ്പെൻഡ്, അൺറിലയബിൾ മീൻസ് കനോട്ട് ബി ഡിപ്പെൻഡഡ് എന്നുള്ള ഒരു മീനിങ് ആണ്. അപ്പോൾ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ റീസണിങ്ങോ എവിഡൻസോ ഒന്നും ഇല്ലാത്ത എന്താ പറയുക തരത്തിലുള്ളതിനെയാണ് ഓൺ വീക്ക് ഫൗണ്ടേഷൻ എന്ന് പറയുക. അറ്റ് എ ഫ്രാക്ഷൻ ഓഫ് ദ കോസ്റ്റ് മച്ച് ചീപ്പർ ദാൻ ദ ഒറിജിനൽ കോസ്റ്റ്, ഒറിജിനലിനെക്കാളും ചീപ്പർ ആയിട്ടുള്ളതിനെയാണ് അറ്റ് എ ഫ്രാക്ഷൻ ഓഫ് ദ കോസ്റ്റ്. ഫേസ് ദ ത്രെറ്റ് ഓഫ് ടു ബി ഇൻ ഡേഞ്ചർ ഓഫ് എക്സ്പീരിയൻസിങ് സംതിങ് നെഗറ്റീവ്, എന്തെങ്കിലും ഒരു കാര്യം നെഗറ്റീവായിട്ട് ഫേസ് ചെയ്യുന്നതിന്. ഹാർഡ് ടു റെസ്ട്രിക്റ്റ്, ഡിഫിക്കൽട്ട് ടു കൺട്രോൾ അല്ലെ, റെസ്ട്രിക്റ്റ് ചെയ്യുക, തടസ്സം നിൽക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന. ഈച്ച് ടൈം റെസ്ട്രിക്ഷൻ അപ്പിയേഴ്സ്, എവറി ടൈം എന്ത് സംഭവിക്കും? ഒരു പുതിയ നിയമം അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻ വന്നുകൊണ്ടിരിക്കും. എൻട്രൻച്ച് മാർക്കറ്റ് പവർ അല്ലെ, ഫേംലി എസ്റ്റാബ്ലിഷ് അല്ലെങ്കിൽ സ്ട്രെങ്തൻ എന്ത് ചെയ്യുക? മാർക്കറ്റ് പവർ, ഡോമിനൻസ് കൊണ്ടുവരിക. ഇൻ എ ലാംഗ്വേജ് ഓഫ് നാഷണൽ സെക്യൂരിറ്റി, ലാംഗ്വേജ് ഓഫ് നാഷണൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ പെർസ്പെക്റ്റീവ് or reasoning used in security policy discussions അല്ലേ, സെക്യൂരിറ്റി പോളിസി ഡിസ്കഷൻസിൻ്റെ പെർസ്പെക്റ്റീവ്സിൽ നാഷണൽ സെക്യൂരിറ്റിയുടെ ഭാഷയിൽ പറഞ്ഞാൽ എന്നാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. മീനിങ് ഹ്യൂമൻ കൺട്രോൾ, റിയൽ ആയിട്ടുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള ഹ്യൂമൻ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള നമ്മൾ സിസ്റ്റം അല്ല ഡിസിഷൻ എടുക്കേണ്ടത്. ഇവിടെ ആര് ഡിസിഷൻ എടുക്കണം? ഹ്യൂമൻസ് ഷുഡ് ടേക്ക് ഡിസിഷൻ. അതാണ് മീനിങ് ഹ്യൂമൻ കൺട്രോൾ എന്ന് പറയുന്നത്. ഗ്രാമർ യൂസേജസ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സെൻറ്റൻസ് ഞാൻ ജസ്റ്റ് ഒരു 10-12 റാൻഡംലി നോക്കി എടുത്തതേ ഉള്ളൂ കേട്ടോ. ആന്ത്രോപിക് ഈസ് ആസ്കിങ് ഫോർ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോർമുല സബ്ജക്റ്റിൻ്റെ കൂടെ ഈസ് ആം ആർ പ്ലസ് ING ഫോം ഓഫ് വെർബാണ് വരിക. ഓക്കെ, ING ഫോം ഓഫ് വെർബ് വരുന്നതിനെയാണ് ആസ്കിങ്. ഈ ING ഫോം ഓഫ് വെർബ് യൂസ്ഡ് ആസ് എ നൗൺ ഏതാണ്? ചാറ്റ് ബോക്സിൽ ആൻസർ ഇടണേ. ING ഫോം ഓഫ് വെർബാണ്. യൂസ്ഡ് ആസ് എ നൗൺ, ING ഫോം ഓഫ് വെർബ്, യൂസ്ഡ് ആസ് എൻ adjective. ING ഫോം യൂസ്ഡ് ആസ് എ നൗണും ING ഫോം യൂസ്ഡ് ആസ് എൻ adjectiveും ഇത് രണ്ടും വരുന്നത് ഒരു ക്ലൂ തരാം, നോൺ ഫൈനൈറ്റ് വെർബ്സിൻ്റെ കീഴിലാണ്. ഓക്കെ, ഏതാണ് രണ്ടെന്നും മെൻഷൻ ചെയ്തിടണം കേട്ടോ. നോൺ ഫൈനൈറ്റ് വെർബ്സിൻ്റെ കീഴിൽ വരുന്ന രണ്ട് കാര്യങ്ങളാണ്. ഇത് ഏതാണ് എന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്തിടുക. ഓക്കെ, ING ഫോം ഓഫ് ദ വെർബ് നൗൺ ആയിട്ട് ഉപയോഗിക്കുന്നതിന് ഒരു പേരുണ്ട്. ING ഫോം ഓഫ് ദ വെർബ് അഡ്ജക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നതിന് ഒരു പേരുണ്ട്. ഓക്കെ, ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാസ്റ്റിൽ
തുടങ്ങിയ ഒരു ആക്ഷൻ കഴിഞ്ഞു, പക്ഷെ അതിൻ്റെ റെലവൻസ് ഇപ്പോഴും ഉണ്ടെങ്കിൽ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യും. ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഷബിയ, ഞാൻ ആൻസർ കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് ലാസ്റ്റ് പറയാം കേട്ടോ. എല്ലാവരും ആൻസർ ചെയ്തിട്ടെ കേട്ടോ. യെസ്, ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ്. അപ്പം മറന്നു പോകണ്ട, നോൺ ഫൈനൈറ്റ് വേർബ്സിലാണ് വരുന്നത്. എന്താ പറയുക, ING ഫോം ഓഫ് വെർബ് യൂസ്ഡ് ആസ് എ നൗൺ ഏതാണ്, ING ഫോം ഓഫ് വെർബ് യൂസ്ഡ് ആസ് എൻ അഡ്ജക്റ്റീവ് ഏതാണ്. ഓക്കെ, പാസീവ് വോയിസ് യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാ എഡിറ്റോറിയൽസിലും പാസീവ് വോയിസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. B+V3 ഫോം ഓഫ് ദ വെർബാണ് പാസീവിൻ്റെ ജനറൽ ഫോർമുല. ഓരോ ടെൻസ് വരുമ്പോഴും ഇതിന് വ്യത്യാസം വരും കേട്ടോ. സോ അതെങ്ങനെയാണ്, AI മോഡൽസ് ഹാവ് ബീൻ യൂസ്ഡ് അല്ലേ, ഇവിടെ ആക്ഷൻ ആണ് പ്രാധാന്യം ഡൂവറിനെക്കാളും. മോഡൽ വേർബ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പോസിബിലിറ്റി, എബിലിറ്റി, ഒബ്ലിഗേഷൻ, സജഷൻസ് കാണിക്കാൻ ക്യാൻ, കുഡ്, വിൽ, മസ്റ്റ്. പിന്നെ ഉള്ള മോഡൽസ് നിങ്ങൾക്ക് അറിയാലോ. കറക്റ്റ് ആൻസർ ആണ് കേട്ടോ രണ്ടുപേരുടെയും. ജെറൻഡ് ആണ്. ING ഫോം ഓഫ് ദ വെർബ് യൂസ്ഡ് ആസ് എ നൗൺ ഏതാണ്, ജെറൻഡ്. ഇതേതാണ്, പ്രസന്റ് പാർട്ടിസിപ്പിൾ. വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ് ബോത്ത് ഓഫ് യു. ഓക്കെ, എല്ലാവർക്കും മെസ്സേജ് അയക്കാം കേട്ടോ. നെക്സ്റ്റ് വൺ, റിലേറ്റീവ് ക്ലോസസ്. റിലേറ്റീവ് ക്ലോസസ് എന്ന് പറഞ്ഞാൽ ഹൂ, വിച്ച്, ദാറ്റ് അല്ലേ. ഇനിയുണ്ട് റിലേറ്റീവ് ക്ലോസസ്. റിലേറ്റീവ് പ്രൊനൗൺസ് ആയിട്ടുള്ള ഹൂം, ഹൂസ്, ഇതെല്ലാം റിലേറ്റീവ് പ്രൊനൗൺസ് ആണ്. ഇത് ഉപയോഗിച്ച് എഴുതുന്നതിനെയാണ് അഡീഷണൽ ഇൻഫർമേഷൻ, മോർ ഇൻഫർമേഷൻ, അഡീഷണൽ എന്നല്ല മോർ ഇൻഫർമേഷൻ അബൌട്ട് എ നൗൺ തരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിലേറ്റീവ് പ്രൊനൗൺസ് ഉപയോഗിക്കുന്നത്. കണ്ടീഷണൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്. യൂസ് ടു ടോക്ക് അബൌട്ട് പോസിബിൾ സിറ്റുവേഷൻസ് ആൻഡ് ദെയർ കോൺസിക്വൻസസ് അല്ലേ. കണ്ടീഷണൽ, ഇഫ് വെച്ച് തുടങ്ങുന്ന കണ്ടീഷണൽസ്, ഫസ്റ്റ് കണ്ടീഷണൽ 0, 1, 2, 3 എന്ന് പറയുന്ന കണ്ടീഷണൽസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ. കമ്പാരിറ്റീവ് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ട് ഐഡിയ അല്ലെങ്കിൽ രണ്ട് തിങ്സിനെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുക. only two. ഓക്കെ, മോർ, ഹാർഡർ അല്ലെ, ഒന്നെങ്കിൽ ER ആഡ് ചെയ്യും അല്ലെങ്കിൽ മോർ ആഡ് ചെയ്യും. isn't it? മോർ ബ്യൂട്ടിഫുൾ, ഹാർഡർ. ഓക്കെ, കോംപ്ലക്സ് സെന്റൻസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഒരു മെയിൻ ക്ലോസും ഉണ്ടാവും, വൺ ഓർ മോർ സബോർഡിനേറ്റ് ക്ലോസും ഉണ്ടാവും. കമ്പൈൻഡ് ബൈ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. ഇതിനെയാണ് നമ്മൾ കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മെയിൻ ക്ലോസും ഉണ്ടാവും, ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസും ഉണ്ടാവും, ഒന്നോ ഒന്നിലധികമോ ഡിപ്പെൻഡൻറ്റ് ക്ലോസും ഉണ്ടാവും. പ്രിപ്പോസിഷണൽ ഫ്രേസസ്, പ്രിപ്പോസിഷൻ അടങ്ങുന്ന ഫ്രേസസ് ആണ് പ്രിപ്പോസിഷണൽ ഫ്രേസസ് എന്ന് പറയുന്നത്. നമുക്ക് പ്ലേസ്, പ്രിപ്പോസിഷൻ ഓഫ് ടൈം, ഇതൊക്കെ ഡയറക്ഷൻ, ഇതൊക്കെ കാണിച്ചു തരാനായിട്ട് യൂഷ്വലി ഉപയോഗിക്കും. അപ്പോസിഷൻസ് എന്ന് പറയുന്നത് എന്താ പറയുക, ഇവിടെ ആന്ത്രോപ്പിക് എന്ന് പറഞ്ഞ ഈ കമ്പനിയെ കുറിച്ചുള്ള അഡീഷണൽ ഇൻഫർമേഷൻ. ആൻ അമേരിക്കൻ ലാബ് അല്ലേ, അതിനെയാണ് എക്സ്പ്ലെയിൻസ് എ നൗൺ, നൗണിനെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഓർ ടു ഗിവ് അഡീഷണൽ ഇൻഫർമേഷൻ. അതിനെയാണ് നമ്മൾ അപ്പോസിഷൻ എന്ന് പറയുന്നത്. ജെറൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞു. ജെറൻഡ് എന്ന് പറയുന്നത് എന്താണ്? ING ഫോം ഓഫ് ദ വെർബ്, വർക്ക് ആസ് എ നൗൺ ആണ്. റേസിങ് കൺസേൺസ്, ആസ്കിങ് എ മോഡൽ, ലേണിംഗ് ഫ്രം ഇറ്റ്സ് ആൻസർ അല്ലേ. ജെറൻഡ് എന്ന് പറഞ്ഞാൽ നൗൺ ആയിട്ടാണ് കേട്ടോ പ്രവർത്തിക്കുക. പ്രസന്റ് പാർട്ടിസിപ്പിൾ, ഇറ്റ്സ് വർക്കിംഗ് ആസ് എൻ അഡ്ജക്റ്റീവ്. ഓക്കെ, 2+ വെർബാണ് ഇൻഫിനിറ്റീവ്സ് എന്ന് പറയുന്നത്. 2+ ബേസ് ഫോം ഓഫ് ദ വെർബിനെയാണ് നമ്മൾ ഇൻഫിനിറ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ടു എൻഷുവർ, അതൊരിക്കലും സെൻറ്റൻസിന് സബ്ജക്റ്റിനനുസരിച്ചോ ടെൻസിനനുസരിച്ചോ ഇൻഫിനിറ്റീവ്സും ജെറൻസിനും ചേഞ്ചസ് വരില്ല കേട്ടോ, അതും കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ എഡിറ്റോറിയലിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നിങ്ങൾക്കൊരു എക്സസൈസ് ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരു സെൻറ്റൻസിനെ ഞാൻ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, A, B, C and D. അതിലൊരു പാർട്ടോ ചിലപ്പോൾ ഒന്നിലധികം ഭാഗത്തോ എന്തുണ്ടാകാം, എറർ ഉണ്ടാകാം. എറർ റൂൾ ബേസ്ഡ് ആയിട്ടുള്ള എറർ അല്ല. ഓക്കെ, നോ റൂൾ ബേസ്ഡ് എറർ. ഇവിടെ എന്ത് എററാണ്? കോണ്ടെക്സ്റ്റുവൽ എറർ ആണ്. റൂൾ ബേസ്ഡ് എറർ എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള എറർ ആയിരിക്കും. ഓക്കെ, അതായത് ഒരു സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ഉണ്ടാകാം. റൂൾ ബേസ്ഡ് എറർ ആണ് ഞാൻ പറയുന്നത്. സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് അല്ലെങ്കിൽ പ്രിപ്പോസിഷൻ, ആർട്ടിക്കിൾസ്, കൺജങ്ഷൻസ്, ഇങ്ങനെ പോകുന്ന
എറേഴ്സിനെയാണ് നമ്മൾ റൂൾ ബേസ്ഡ് ആയിട്ടുള്ള എറേഴ്സ് അല്ലെ, അത് കണ്ടുപിടിക്കുക കുറച്ചുകൂടെ എളുപ്പമാണ്. ഇവിടെ ഇതില്ല, എന്താ പറയുക, വൺ ഓഫ് മൈ ഫ്രണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്, അവിടെ വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ആണ് വേണ്ടത് എന്നൊക്കെ ഉള്ള റൂൾ ബേസ്ഡ് ആയിട്ടുള്ള എറേഴ്സ് ഉണ്ടല്ലോ. ഇവിടെ കോണ്ടെക്സ്റ്റലി ഒരു സെന്റൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റാണ് എന്ന് തോന്നുന്ന ഭാഗം ഏതാണ് എന്ന് പറയണം. ഓക്കെ, 5 ക്വസ്റ്റ്യൻസേ ഉള്ളൂ കേട്ടോ. ട്രീ പ്ലാന്റേഷൻ ഇന്നലെ ഞാൻ ഈ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുമ്പോഴും ഞാൻ ട്രീ പ്ലാന്റേഷൻ എന്ന് തന്നെയാണ് വായിച്ചത്. അപ്പോഴും ഞാൻ ആലോചിച്ചിട്ട് തെറ്റിപ്പോയല്ലോ. ട്രീ പ്ലാന്റേഷൻ ഡ്രൈവ്സ് ആർ ഓർഗനൈസ്ഡ് or often organized to improve air quality in urban areas, yet the initiative encourages citizens to cut down existing forest. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഏതാണ് ആൻസർ? ട്രീ പ്ലാന്റേഷൻ ഡ്രൈവ്സ്, ഒന്നിലധികമോ ഓപ്ഷൻസ് കറക്റ്റ് ആയിരിക്കും ആൻസർ. ഓക്കെ, ഒരു ഭാഗത്ത് മാത്രമല്ല, ചിലപ്പോൾ ഒന്നിലധികം ഭാഗത്തുണ്ടാവും. ട്രീ പ്ലാന്റേഷൻ ഡ്രൈവ്സ് ആർ ഓഫൺ ഓർഗനൈസ്ഡ്, അവിടെ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. ടു ഇംപ്രൂവ് എയർ ക്വാളിറ്റി ഇൻ urban ഏരിയാസ്, കറക്റ്റ് അല്ലേ? ട്രീ പ്ലാന്റേഷൻ ഡ്രൈവ്സ് എന്തിനാണ് കൊണ്ടുവരുന്നത്? ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ. യെറ്റ് ദ ഇനിഷ്യേറ്റീവ് എൻകറേജസ് സിറ്റിസൺസ്, ഇവിടെ എൻകറേജസ് സിറ്റിസൺ കറക്റ്റ് ആണ്, പക്ഷെ ഇവിടുത്തെ യെറ്റിന്റെ ഉപയോഗം തെറ്റാണ്. യെറ്റ് എന്ന് പറഞ്ഞാൽ കോൺട്രാസ്റ്റ് കാണിക്കാനാണ് അല്ലേ? ആൻഡ് ദ ഇനിഷ്യേറ്റീവ് ആണ് ഇവിടെ കറക്റ്റ് വരേണ്ടത്. സിറ്റിസൺസ് ടു കട്ട് ഡൗൺ എക്സിസ്റ്റിംഗ് ഫോറസ്റ്റ് ആണോ? അല്ല, ടു റീറ്റെയിൻ എക്സിസ്റ്റിംഗ് ഫോറസ്റ്റ് അല്ലേ? അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാ? സി ആൻഡ് ഡി. ആദർശ് കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. കറക്റ്റ് ശ്രവ്യ, യു ആർ റൈറ്റ്. സി ആൻഡ് ഡി ഇസ് എ റൈറ്റ് ആൻസർ. മനസ്സിലായല്ലോ അല്ലേ എങ്ങനെയാ അത് കണ്ടുപിടിക്കേണ്ടതെന്ന്? ഈ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കണക്റ്റേഴ്സ് നോക്കുക. ഓക്കെ, പിന്നെ അടുത്തത് കോൺട്രാസ്റ്റ് ആണോ പറയുന്നത് അല്ലേ? കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ആണോ പറയുന്നത്? ഓക്കെ, അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെന്തെന്നാ പറയുന്നത്, ഓവറോൾ ടോൺ, ഇതെല്ലാം ഈ കാര്യത്തിൽ നിങ്ങൾ ഈ ടൈപ്പ് എക്സസൈസ് വരൂ കേട്ടോ എക്സാമിന്. അപ്പം ഇതും നിങ്ങൾ കോണ്ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, കമ്പനീസ് യൂഷ്വലി ഇംപ്രൂവ് കസ്റ്റമർ സർവീസ് ടു റീറ്റെയിൻ ലോയൽ ക്ലയൻറ്റ്സ്, യെറ്റ് സം ബിസിനസ് അറ്റംപ്റ്റ് ടു ഡെലിബറേറ്റ്ലി ഡ്രൈവ് കസ്റ്റമേഴ്സ് അവേ. ഇനി ചില സമയത്ത് അവസാനത്തെ ഓപ്ഷനും കറക്റ്റ് ആയിരിക്കും കേട്ടോ, നോ എറർ. കമ്പനീസ് യൂഷ്വലി ഇംപ്രൂവ് കസ്റ്റമർ സർവീസ് ടു റീറ്റെയിൻ ലോയൽ ക്ലയൻറ്റ്സ്. കമ്പനീസ് എന്ത് ചെയ്യും? അവരുടെ കസ്റ്റമർ സർവീസ് ഇംപ്രൂവ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ടു റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ആരെ? ലോയൽ ക്ലയൻസ്, റോയൽ അല്ല, ലോയൽ ആയിട്ടുള്ള ക്ലയൻസിനെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ദേ വിൽ ഡു ഇറ്റ്. യെറ്റ് സം ബിസിനസ് attempt to deliberately drive customers away. So what is the right answer? ഇവിടെ നിങ്ങളൊരു കോമൺ സെൻസ് യൂസ് ചെയ്ത് ചെയ്താൽ മതി. സി ആൻഡ് ഡി തന്നെയാണ്. എന്തുകൊണ്ടാണ്? ഇത് വേണമെങ്കിലും നമുക്ക് തിരിച്ചു പറയാം കേട്ടോ. കമ്പനീസ് യൂഷ്വലി എന്ത് ചെയ്യും? കസ്റ്റമർ സർവീസ് റീറ്റെയിൻ ലോയൽ ക്ലയൻസിന് ചെയ്യും. പക്ഷെ എന്തെങ്കിലും ചില അറ്റംപ്റ്റ്സ് കസ്റ്റമേഴ്സിനെ ഡ്രൈവ് ചെയ്യാനായിട്ട് ഡെലിബറേറ്റ്ലി ഡ്രൈവ് കസ്റ്റമേഴ്സ് എവേ, ഇതും കറക്റ്റാണ്. ഓക്കെ, ഇത് ആക്ച്വലി നോ എററും കറക്റ്റാണ്. പക്ഷെ ഇവിടെ കോണ്ടെക്സ്റ്റലി എറർ വന്നതിൻ്റെ റീസൺ, ഇവിടെ നമ്മൾ കമ്പനീസ് യൂഷ്വലി ഇംപ്രൂവ് കസ്റ്റമർ സർവീസസ് ടു റീറ്റെയിൻ റോയൽ ക്ലയൻസ്, യെറ്റ് വന്നതൊരു പ്രശ്നമാണ്. ഡെലിബറേറ്റ്ലി ഡ്രൈവ് കസ്റ്റമേഴ്സ് എവേ അല്ലേ? ആ ഡെലിബറേറ്റ്ലി എന്ത് ചെയ്യും? ഡ്രൈവ് കസ്റ്റമേഴ്സ് എവേ എന്നുള്ളതും പ്രശ്നമാണ് അല്ലേ? കമ്പനീസ് കസ്റ്റമർ സർവീസ് ഇംപ്രൂവ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നതെങ്കിൽ അവരുടെ റോയൽ ക്ലയൻസിനെ അവർ നിലനിർത്താനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യണം? അവർ അറ്റംപ്റ്റ് ചെയ്യേണ്ടത് എന്തിനാണ്? കസ്റ്റമേഴ്സിനെ അടുപ്പിക്കാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. പക്ഷേ ഇവിടെ സി ആൻഡ് ഡി കറക്റ്റ് ആൻസർ ആണ് ആദർശ്, ഞാൻ തെറ്റ് പറയുന്നില്ല. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ. കമ്പനീസ് യൂഷ്വലി ഇംപ്രൂവ് കസ്റ്റമർ സർവീസസ്, കമ്പനി എന്ത് ചെയ്യും? കസ്റ്റമർ സർവീസസ് ഇംപ്രൂവ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ലോയൽ ആയിട്ടുള്ള ക്ലയൻസിനെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. പക്ഷേ ചില കമ്പനികൾ എന്ത് അറ്റംപ്റ്റ് ചെയ്യും? കസ്റ്റമേഴ്സിനെ അവരിൽ നിന്ന് അകറ്റും, ഡെലിബറേറ്റ്ലി അകറ്റുക അല്ലേ? അങ്ങനെ നോക്കിയാൽ നോ എറർ ഈസ് ഓൾസോ കറക്റ്റ്.
പക്ഷേ ഇവിടെ കറക്ഷൻ എന്നുള്ളൊരു പ്രശ്നം വന്നേക്കുന്ന കാരണം, കറക്ഷൻ എന്ന് വന്നൊരു ഓപ്ഷൻ നമുക്കിവിടെ ഉള്ള കാരണം നമുക്കിത് സി ആൻഡ് ഡി കുഡ് ബി ദ റൈറ്റ് ആൻസർ ഓൾസോ. അതുകൊണ്ട് ഞാൻ സി ആൻഡ് ഡി എഴുതിയേക്കുന്നത്. നോ എറർ കുഡ് ഓൾസോ ബി കറക്റ്റ്. ഓക്കെ, നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്യുമ്പോൾ വളരെ വലിയ പ്രശ്നങ്ങളൊന്നും ആ സെൻറ്റൻസിന് ഇല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ. Online learning platforms have expanded rapidly to provide flexible access to education, while some institutions continue to rely exclusively on traditional classroom teaching. Online learning platforms have expanded rapidly, correct ആണ്. To provide എന്തിനു വേണ്ടിയിട്ട്? flexible access to education, correct ആണ്. While some institutions continue to rely exclusively on traditional classroom teaching. ചില എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോഴും എന്ത് ചെയ്യുന്നു? ട്രഡീഷണൽ ക്ലാസ് റൂം ടീച്ചിങ്ങിൽ റിലൈ ചെയ്യുന്നു. സോ വാട്ട് ഈസ് ദ റൈറ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ആണ്. നോ എറർ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഗവൺമെന്റ്സ് ഓഫൻ ലോവർ ഇൻട്രസ്റ്റ് റേറ്റ്സ് ടു സ്റ്റിമുലേറ്റ് ബോറോയിങ് ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത്. യെറ്റ് കറക്റ്റ് ആണ്. ബോത്ത് ഓഫ് യു ആർ കറക്റ്റ്. ഓക്കെ, governments often lower interest rates to stimulate borrowing and economic growth, yet businesses frequently interpret the policy as a signal to reduced investment activity. ഗവൺമെൻറ് എന്ത് ചെയ്യുകയാണ്? ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയാണ് അല്ലേ? ഓഫൺ ലോവർ ദ ഇൻട്രസ്റ്റ് റേറ്റ്സ് കുറച്ചു ടു സ്റ്റിമുലേറ്റ് ബോറോയിങ് ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത് കൂടാനും ബോറോയിങ് കൂടാനും വേണ്ടിയിട്ട്. യെറ്റ് ബിസിനസ്സസ് ഫ്രീക്വൻ്റ്ലി ഇൻറ്റർപ്രറ്റ് ദ പോളിസി ആസ് എ സിഗ്നൽ ടു റെഡ്യൂസ് ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റി. എന്നിരുന്നാലും ബിസിനസ്സുകൾ എന്ത് ചെയ്തു? ഈ ഒരു ഇതിനെ ഇൻറ്റർപ്രറ്റ് ചെയ്ത് എന്താണ്? ആസ് എ സിഗ്നൽ ടു റെഡ്യൂസ്. യെറ്റ് ബിസിനസ്സസ് ഫ്രീക്വൻ്റ്ലി ഇൻറ്റർപ്രറ്റ് സിഗ്നൽ ടു ഇൻക്രീസ് അല്ല, ഇവിടെ യെറ്റും വരാൻ പാടില്ല. ഗ്രോത്ത് കോമ ബിസിനസ്സസ് ഫ്രീക്വൻ്റ്ലി ഇൻറ്റർപ്രറ്റ്. അപ്പോൾ സി ആൻഡ് ഡി ഈസ് ദ റൈറ്റ് ആൻസർ അല്ലേ? യെസ്, സി ആൻഡ് ഡി തന്നെയാണ്. സോ ഗവൺമെൻറ് ഓഫൺ ലോവർ ഇൻട്രസ്റ്റ് റേറ്റ്സ്. യെസ്, ഓഫൺ ഇൻട്രസ്റ്റ് റേറ്റ്സ് ടു സ്റ്റിമുലേറ്റ് ബോറോയിങ് ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത്. Comma, businesses frequently interpret the policy as a signal to increase investment activity. സിയും ഡിയും ഉണ്ട് കേട്ടോ, ഡി ഒള്ളി അല്ല, സി ആൻഡ് ഡി. ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ഓഫൺ ഡ്രൈവ്സ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് by increasing productivity and efficiency, yet some policymakers view innovation as a mechanism to permanently halt economic progress. റേഞ്ച് പോകുന്നുണ്ടോ? എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ശ്രവ്യ, ഐ എം നോട്ട് സോ ഷുവർ ഓഫ് ഇറ്റ്. ഇവിടെ ഇൻ്റർനെറ്റ് ഇഷ്യൂസ് ഉണ്ട്. ഇന്നലെ മുതൽ സംതിങ് ഈസ് റോങ് വിത്ത് ഓക്കെ 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 കഴിയാറായി നമ്മുടെ. വി ആർ ഗോയിങ് ടു റാപ്പ് ഇറ്റ് അപ്പ്. ഓക്കെ, ഇതുകൂടെ ഒന്ന് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോണേ. യെസ്, എനിക്ക് പക്ഷേ ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. സിൻസിയർ അപ്പോളജീസ്. എന്ത് ചെയ്യാനാണ് എനിക്ക് അറിയത്തില്ല. വാട്ട് ഹാപ്പൻ ഇറ്റ് ഇസ് ലൈക്ക് ഇന്നലെ മുതൽ ഐ ഹാവ് 2 ഇൻ്റർനെറ്റ് കണക്ഷൻ, രണ്ടും കണക്കാണ് ഇന്നലെ മുതൽ. സ്പീഡ് വളരെ കുറവാണ്. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് അറ്റ് ടൈംസ്. സോ ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ഓഫൻ ഡ്രൈവ്സ് ഇക്കണോമിക് development by increasing productivity and efficiency, yet some policymakers view innovation as a mechanism to permanently halt economic progress. Okay, yes, thank you. അപ്പോൾ ഇവിടെ ആൻസർ എന്താ? ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ഓഫൺ ഡ്രൈവ്സ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് അല്ലേ? കറക്റ്റ് ആണ്. ബൈ ഇൻക്രീസിങ് പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻസി, കറക്റ്റ് അല്ലേ? Yet some policymakers view innovation as a mechanism to permanently halt economic progress. ഏതാണ് ആൻസർ? യെറ്റ് അല്ല അല്ലേ? ആൻഡ് സം പോളിസി മേക്കേഴ്സ് വ്യൂ ഇന്നോവേഷൻ ആസ് എ മെക്കാനിസം ടു പെർമനൻ്റ്ലി ഹോൾട്ട് അല്ല, കണ്ടിന്യൂ അല്ലെങ്കിൽ ഇൻക്രീസ് ഇക്കണോമിക് പ്രോഗ്രസ്. ഓക്കെ,
മനസ്സിലായല്ലോ? ടെക്നോളജിക്കൽ കറക്റ്റ് ആണ്. ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ഓഫൺ ഡ്രൈവ്സ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ബൈ ഇൻക്രീസിംഗ് പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻസി ആൻഡ് സം പോളിസി മേക്കേഴ്സ് വ്യൂ ഇന്നോവേഷൻ ആസ് എ മെക്കാനിസം ടു പെർമനൻ്റ്ലി ഇൻക്രീസ് ഇക്കണോമിക് പ്രോഗ്രസ്. ആൻഡ് ഇല്ലെങ്കിൽ ഇവിടെ therefore some എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്. therefore some ആൻഡ് ആണ് കുറച്ചുകൂടെ കറക്റ്റ്. ഓക്കെ, യെസ്, കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. സി ആൻഡ് ഡി ഈസ് ദ റൈറ്റ് ഓപ്ഷൻ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ട്യൂസ്ഡേ കാണാം 8 o'clock ഷാർപ്പ്. എല്ലാവരും ജോയിൻ ചെയ്യുക. ഫ്രണ്ട്സിനോടും ഒക്കെ പറയുക നിങ്ങളുടെ എഡിറ്റോറിയൽ ഡിസ്കഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം. എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ. സോ മൈ ഡിയർ വൺസ്, അപ്പം നിങ്ങൾക്ക് നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. സ്റ്റേ ഫോക്കസ്ഡ്, സ്റ്റേ സേഫ് ഓൾ ഓഫ് യു. എല്ലാവരും എന്താ പറയുക, ഹെൽത്തൊക്കെ നോക്കി നന്നായിട്ടിരിക്കുക. സോ താങ്ക് യു മൈ ഡിയർ വൺസ്. താങ്ക് യു എവറി വൺ. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ബൈ. സോ ആദർശ് ഉണ്ട്, ശ്രവ്യ ഉണ്ടായിരുന്നു, പിന്നെ നിഖിൽ ഉണ്ടായിരുന്നു, ദെൻ ചന്ദന ആൻഡ് വൺ മോർ വാസ് ദെയർ. ഹു വാസ് ദാറ്റ്? ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. ഐ മിസ് ദ നെയിം. യെസ്. അപ്പോൾ ഇത്രയും പേർക്ക് താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും എന്താ പറയുക, നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. ഓക്കെ, സോ ബൈ, ടേക്ക് കെയർ ഓൾ ഓഫ് യു.